ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ത്രിയേക ദൈവവിശ്വാസം എന്നുള്ള പഠിപ്പിക്കലുകൾ കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ അത്ര പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ചിന്തയോ പഠിപ്പിക്കലോ ആയിട്ട് വേർപെട്ട സമൂഹങ്ങളിടയ്ക്ക് കണ്ടിരുന്നില്ല. നമ്മൾ പൊതുവെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചുമാണ്, പിന്നെ ആത്മനിർവനെക്കുറിച്ചും കൃപാവരങ്ങളെ നമ്മുടെ എംഫസ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഇടക്കാലത്ത് ത്രിയേക ദൈവവിശ്വാസം ഒരു അത്യന്താപേക്ഷിതമായി പഠിപ്പിക്കപ്പെടേണ്ട ഒരു വിശ്വാസമാകുന്ന രീതിയിൽ ഉയർത്തപ്പെട്ടു വരികയും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഉപദേശങ്ങൾ, ട്രിനിറ്റേറിയൻ വ്യൂ തന്നെ പലവിധമായ ട്രിനിറ്റേറിയൻ വ്യൂസ് ഇന്ന് പലരും പഠിപ്പിക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിക്ക വിശ്വാസ പ്രമാണം പറയുന്നത് തന്നെയാണോ ഇന്ന് നമ്മൾ ഈ വേർപെട്ട ഇന്നത്തെ ഒരു പെന്തക്കോസ്റ്റൽ ഇവാഞ്ചലിക്കൽ ആളുകൾ ഹോൾഡ് ചെയ്യുന്ന വിശ്വാസം? അതിൽ തന്നെ ട്രിനിറ്റി വിശ്വാസത്തിനകത്ത് 3 വ്യക്തികൾ എന്ന് പറയുന്നവരുണ്ട്, 3 വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നവരുണ്ട്, 3 വ്യക്തികൾ, അത് 3 വ്യക്തികളായിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതിനെ പറ്റി. പിന്നെ യേശു നമുക്കറിയാം, യഹോവ സാക്ഷികൾ, ചിലർ പുത്രനെ അംഗീകരിക്കുന്നു, ചിലർ അംഗീകരിക്കുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ബിബ്ലിക്കൽ വ്യൂ പോയിന്റിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രിനിറ്റേറിയൻ വ്യൂ എന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ആദിമകാല പഠിപ്പിക്കലുകളിൽ യാതൊരു മാറ്റവും സഭ വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ത്രിയേക ദൈവത്തിന് നമ്മളെപ്പോഴും പറയുന്നത് ഈ തൃത്വം എന്നുള്ള വാക്ക് തിയോളജിക്കലി അക്സെപ്റ്റബിൾ അല്ല. ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. ത്രിയേകത്വം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ത്രിയേകത്വം. തൃത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഏകത്വം വരുന്നില്ലാത്തത് കൊണ്ടാണ്, അത് 3 മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തൃത്വം എന്നുള്ള വാക്ക് തിയോളജിക്കലി ഉപയോഗിക്കാതെ പകരം ത്രിയേകത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ത്രിയേകത്വം എന്ന് പറയുമ്പോൾ ഏകദൈവം, 3 വ്യക്തികൾ, അത് 3 in oneness ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ശരിക്കും ഗോഡ് ഇൻ 3 പേഴ്സൺസ്. അതാണ് പഴയൊരു ഹിമ്മുണ്ട്, ഗോഡ് ഇൻ 3 പേഴ്സൺസ് ബ്ലെസ്സഡ് ട്രിനിറ്റി. ഇത് ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുന്ന ഒരു പഴയ ഇംഗ്ലീഷ് ഹിമ്മുണ്ട്. ഞാനത് ഇംഗ്ലീഷും കോട്ട് ചെയ്ത ഈ ഹിം അനുസരിച്ച് നമ്മൾ ഉപദേശം വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ല, വാട്ട് ട്രഡീഷണലി ദ ചർച്ച് ബിലീവ്ഡ് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം ചർച്ചിന്റെ ട്രഡീഷണൽ കൺഫെഷൻ ഒരിക്കലും ഒഫീഷ്യലി നമ്മൾ ഇപ്പം ബാപ്റ്റിസ്റ്റായാലും ബ്രദറുകാരായാലും പെൻഡക്കോസ്റ്റൽസ് ആയാലും മെയിൻ സ്ട്രീം ചർച്ചസ് നോക്കാം. പെൻഡക്കോസ്റ്റൽസ്, അസംബ്ലി ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൺ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, നമ്മൾ കാണുന്ന മെയിൻ സ്ട്രീം ചർച്ചുകളൊന്നും ഇതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ത്രിയേക ദൈവ ഉപദേശം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല, ഒരിടത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ പ്രചാരം കാരണം സംഭവിക്കുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, ഓരോരുത്തർക്ക് തോന്നുന്നതല്ല. ഇപ്പം ആത്മാവിന്റെ കാറ്റ്, ഇതാണ് എൻ്റെ എപ്പോഴത്തെ മറി. ദൈവത്തിന്റെ ആത്മാവ് ഉപദേശങ്ങളെ കുറിച്ച് ബോധ്യം തന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ ചോദ്യങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ ഉപദേശത്തിന്റെ ഉറപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ മാനുഷികമായിട്ട് അട്രാക്ഷൻ തോന്നുന്ന ഉപദേശങ്ങൾ. ത്രിയേകത്വം എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഏകദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഏകദൈവം എന്നുള്ള വിശ്വാസം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 3 ഇല്ലാത്ത ജസ്റ്റ് സിംഗുലർ ഗോഡ്, 1 പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം വളരെ ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ദൈവമാണ്. അങ്ങനെ ഒരു ദൈവത്തിന്റെ സങ്കല്പം തന്നെ ശരിയല്ല. അതിന്റെ കാര്യം, ദൈവത്തിന് ഒത്തിരി മാറ്റങ്ങൾ വന്നു നമ്മൾ പറയേണ്ടി വരും ഓവർ മെനി സെഞ്ചുറീസ്. അല്ലെങ്കിൽ ഇറ്റേണലി ദൈവം ഒരു ഗുണവുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന ഒരാളാണ്. സ്നേഹിക്കാൻ ആരുമില്ല. ദൈവം സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല, ആരും സ്നേഹിക്കാനില്ല. ഹി ഫേസ്ഡ് എ ടൈപ്പ് ഓഫ് ലോൺലിനെസ്. അപ്പൊ ദൈവം ഒറ്റയ്ക്ക് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നോ നിത്യതയിൽ നമുക്കറിയത്തില്ല. പക്ഷെ ത്രിയേകത്വം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇന്ന് ലഭിക്കുന്ന ദൈവിക ഗുണങ്ങളുടെ പങ്കുവയ്ക്കലുകൾ എല്ലാം കർത്താവ് പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ സ്നേഹത്തിന്റെ ഉറവിടം എവിടെയാണ്? ഈ ത്രിയേക ദൈവത്തിലെ പരസ്പര കമ്മ്യൂണിക്കേഷനിലാണ് ലോകത്തിലുള്ള എല്ലാ നന്മകളുടെയും നൽകലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എല്ലാ നന്മയും ഉയരത്തിൽ നിന്ന് വരുന്നത് പറയാൻ കാരണം, ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്, ഈ നന്മകളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഇൻ ദാറ്റ് എക്സ്ചേഞ്ച് ഓഫ് ദ ട്രയൂൺ ഗോഡാണ്. അതാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പം ദൈവം പെർഫെക്റ്റ് ആകുന്നത് ആ 3 പേഴ്സൺസിലാണ്. അതല്ലാതെ ഒരു സിംഗുലർ ഗോഡിൽ വിശ്വസിച്ചാലുള്ള പ്രോബ്ലം, ഒരു ഏകാധിപതിയാണ്. അപ്പൊ ഹിന്ദുക്കൾ അതിനെ കുറച്ചുകൂടെ മനോഹരമായിട്ട് ഫിലോസഫൈസ് ചെയ്തിട്ടുണ്ട്. സിംഗുലർ ഗോഡ് അവർ പറയുന്നത് ദൈവം ഏകനാണെങ്കിൽ അവർ നിർഗുണനായിരുന്നാൽ മതി. കാരണം നോ ഗുണം ഈസ് നീഡഡ്. ഇപ്പം ഇഫ് യു ഗോ ഫോർ എ സിംഗുലർ ഗോഡ്, യു ഹാവ് ടു ഗോ ടു ഹിന്ദുയിസം ആൻഡ് സേ സിംഗുലർ ഗോഡ് എന്ന് പറയുന്നത് ഒരു നിർഗുണ പരബ്രഹ്മമാണ്. അതിനൊരു ഗുണവുമില്ല. കാരണം ഗുണത്തിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഇഫ് ഈ സിംഗുലർ there is no need of any guna എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫിലോസഫിക്കലി മോർ അക്സെപ്റ്റബിൾ ദാൻ ദിസ് ഗോഡ് വിത്ത് ഓൾ ക്വാളിറ്റീസ് ബട്ട് നോ വൺ ടു എക്സ്പ്രസ് ദാറ്റ് ക്വാളിറ്റി ടു എന്ന് പറയുന്നത്. അതാണ് കുറച്ചുകൂടെ ലോജിക്കലി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇതാണ് ഒരു പ്രോബ്ലം, ഏകത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ വേദപുസ്തകത്തിൽ അനേകം തെളിവുകളുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ
ബൈബിൾ വായിക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് വേറെ കളറേഷൻ ഒന്നും ഇല്ലാതെ പഴയ നിയമം ഉൽപ്പത്തി മുതൽ ഡോക്ടറിനൽ കളറേഷൻ, അതായത് ഇന്നത്തെ കാലത്തെ നവീനോപദേശങ്ങളുടെ ആ ഒരു സ്വാധീനമില്ലാതെ ശുദ്ധ ഹൃദയത്തോടെ വേദപുസ്തകം വായിക്കാൻ ശ്രമിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ദൈവത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ച്, ബഹുവ്യക്തിത്വങ്ങളെക്കുറിച്ച്, ഏകത്വം, ബഹുത്വം ഞാൻ ഉദ്ദേശിച്ച വാക്ക് ശരിയല്ലായിരിക്കാം, ഏകത്വം, അതിൽ തന്നെ മോർ ദാൻ വൺ എന്നുള്ളത് എപ്പോഴും ഉൽപ്പത്തി മുതൽ അത് വ്യക്തമാണ്. അത് പ്രത്യേകിച്ചും ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുള്ള പഠിപ്പിക്കൽ അതിനെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് ഏറ്റവും വലിയ ചലഞ്ച്. രണ്ട് പ്രശ്നങ്ങളാണ് ത്രിയേകത്വത്തിൽ എപ്പോഴും മുമ്പോട്ട് വരാറുള്ളത്. ഒന്ന്, യേശുക്രിസ്തു ദൈവമാണോ എന്നുള്ള ചോദ്യം. രണ്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ അതോ ശക്തിയാണോ എന്നുള്ള ചോദ്യം. ഇത് രണ്ടുമാണ് എപ്പോഴും. പിതാവായ ദൈവത്തെക്കുറിച്ച് ഇന്നവരെ ആരും ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും ക്വസ്റ്റൻ ഉണ്ടാകുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണോ എന്ന് ആരും ചോദിച്ചിട്ടില്ല, കാരണം ദൈവത്തിന്റെ ആത്മാവ് ദൈവമാണ് തന്നെ. പക്ഷേ ചോദ്യം അതൊരു ശക്തിയാണോ വ്യക്തിയാണോ എന്നുള്ളത്. അതുപോലെ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് ഇതിലെല്ലാം ഏറ്റവും ഇടർച്ചയായിട്ടുള്ള ഒരു വിഷയം. പക്ഷെ യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട അപകടങ്ങളുണ്ട്. ഒന്ന്, നിത്യതയിൽ നമ്മുടെ വീണ്ടെടുപ്പിന് ശേഷം ദൂതന്മാരും നമ്മളും എല്ലാം വണങ്ങുന്നത് ക്രിസ്തുവിനെയാണ്, കുഞ്ഞാടിനെ. വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവരെല്ലാം വീണ് നമസ്കരിച്ചു, കുഞ്ഞാടിനെ വീണ് നമസ്കരിച്ചു. അപ്പൊ നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ദൈവമല്ലാത്ത ഒരു സൃഷ്ടിയുടെ മുൻപിൽ വണങ്ങാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ ദൈവത്തിന്റെ പ്രമാണത്തെ തന്നെ ലംഘിക്കുകയാണ്. കാരണം ദൈവം പറയുന്നത്, നിന്റെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ദൈവമായ കർത്താവിനെ അല്ലാതെ ആരെയും വണങ്ങാനോ നമസ്കരിക്കാനോ പാടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം ക്രിസ്തുവിനെ വണങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു ദൈവമാണ്, അല്ലെങ്കിൽ ദൂതന്മാർ എങ്ങനെയാണ് അവനെ വീണ് നമസ്കരിക്കുന്നത്. യശയാവ് 6 ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി ഞാൻ ദൈവത്തെ കണ്ടു എന്ന് യശയാവ് പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് യോഹന്നാന്റെ 12 അവസാന ഭാഗത്ത് പറയുന്നത്, യശയാവ് അവന്റെ മഹത്വത്തെ കണ്ട് അവനെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നാണ്. അപ്പൊ അവിടെ ക്രിസ്തു പഴയ നിയമത്തിലെല്ലാം നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എല്ലാം അവൻ ബഹുമാനവും മഹത്വവും ആദരവും സ്വീകരിക്കാൻ യോഗ്യനായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം, നമ്മളെ അന്യാരാധനയിലേക്ക് നയിക്കുകയായിരിക്കും ഈ രക്ഷ കൊണ്ട് അവസാനം സാധിക്കുന്നത്. നമ്മളെ പിന്നെയും പാപികളാക്കി മാറ്റുകയായിരിക്കും ചെയ്യുന്നത്. യേശു ക്രിസ്തു ദൈവം അല്ലെങ്കിൽ അവനെ വണങ്ങാൻ പറ്റില്ല. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമാണ് അവനെ വണങ്ങി നമസ്കരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ സൃഷ്ടിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സൃഷ്ടിയാന്ന് വരും. കാരണം ഒരു ആരംഭം ഉണ്ടാകണമല്ലോ, ഒരു കോസ് ഉണ്ടാകണം. ദൈവത്തിനൊരു കോസ് ആവശ്യമില്ല, ദൈവം ഉണ്ടാകുന്ന ഒരു കാരണമില്ല, സ്വയംഭൂവാണ്. അപ്പോൾ യേശു ഒരു സൃഷ്ടിയാണെങ്കിൽ ഈ സൃഷ്ടി പറയുന്നത് നമ്മൾ എന്ത് ഗ്യാരണ്ടിയിലാണ് വിശ്വസിക്കുന്നത്? ദൂതന്മാർ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വർഗീയമായ ഒരു ബീയിങ് ഇവിടെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെ വിശ്വസിക്കാം? വിശ്വസിക്കണമെങ്കിൽ അത് ദൈവം തന്നെ ആയിരിക്കണം എന്ന് രണ്ടാമത്തെ പ്രശ്നം. കാരണം ഈവൻ ദൂതന്മാർ പോലും പല കാഴ്ചകളെ മനുഷ്യരെ ഡിസീവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യൻ ചെയ്ത പാപത്തിന് ഒരു സൃഷ്ടിയെയാണ് വീണ്ടെടുക്കാൻ വിട്ടതെങ്കിൽ ദൈവം നമ്മളെ പുത്രനെ തരാൻ മാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒരു സൃഷ്ടിയെ വിട്ടു, അത് പോയ പോട്ടെ, അടുത്ത സൃഷ്ടിയെ വിടാം. കാരണം ദൈവത്തിന് അതിൽ വലിയ വിലയുള്ള കാര്യമല്ല. ഒരു സൃഷ്ടി എന്ന് പറഞ്ഞൊരു നിമിഷത്തെ പണിയുള്ളൂ. പക്ഷെ സ്വന്തം ജീവനെ നൽകി എന്ന് പറയുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം യേശുക്രിസ്തുവിനെ നൽകുന്നത് വഴി ദൈവം അവനെ തന്നെയാണ് നൽകിയത്. അതാണ് ആ സ്നേഹത്തിന്റെ ഡെപ്ത്. അതങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ എന്നിലൊരു സ്നേഹവും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹമാണ് അവനെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു തരാൻ ഇടയാക്കിയത്. സൃഷ്ടിയാണെങ്കിൽ ദൈവത്തിനൊരു നഷ്ടമില്ല. തൂത്തുപറക്കി ദൂരോട്ട് കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണത്തിന് ഉണ്ടാക്കാം. There is no pain on the part of God. But when he himself suffers that pain, എങ്കിലും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൃഷ്ടിയുടെ പാപത്തിന് വേറൊരു സൃഷ്ടിയെ കഷ്ടപ്പെടുത്തുന്നത് ജസ്റ്റിഫയബിൾ അല്ല. ദൈവം തന്നെ അങ്ങനെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ പറയാൻ നമുക്ക് സാധിക്കൂ. യേശുക്രിസ്തു ദൈവമല്ലെന്ന് നമ്മൾ പഠിപ്പിച്ചു. ചിലപ്പോൾ നിങ്ങൾ യോഗസാക്ഷികളായാലും ക്രിസ്ത്യാനിഫിൻസ് ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുണ്ട്, അവരോട് ചോദിച്ചാലും അവർ കൃപയാലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചൊന്നും പറയില്ല. അവർക്കത് പറയാൻ പറ്റില്ല. കാരണം അവിടെ യേശുവിനെ രക്ഷകനെന്ന് കൺഫസ് ചെയ്യാൻ അവർക്ക് പ്രയാസമാണ്. രക്ഷകനെന്ന് കൺഫസ് ചെയ്ത ഇസ്രായേലിന്റെ രക്ഷകൻ ദൈവമാണ്, സേവിയർ. നമ്മുടെ രക്ഷകനായ ദൈവമെന്ന്, കർത്താവെന്ന്, ലോർഡ് എന്ന് അവർക്ക് കൺഫസ് ചെയ്യാൻ പ്രയാസം. അതുകൊണ്ടാണ് അവരെ വീണ്ടെടുപ്പ്, കൃപയാലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറയാൻ പറ്റാത്തത്. വെൻ ട്രിനിറ്റി ഈസ് ബ്രോക്കൺ ഇൻ ദ ഡോക്ട്രിൻ, സാൽവേഷൻ ഓൾസോ ഹാസ് ടു ബി അബാൻഡൻഡ്. അതാണ് ഇതിനകത്തെ പ്രശ്നം. നമ്മൾ കൃപയാലുള്ള വിശ്വാസത്താലുള്ള വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ പാർട്ടാണ്. കാരണം അവനായി, അവന് വേണ്ടി ഉളവായതുകൊണ്ടാണ് നമ്മളെ അവനിലേക്ക് എത്തിച്ച് അവൻ്റെ മുമ്പിൽ വണങ്ങുമാറാക്കുന്നത്.
പിന്നെ വ്യക്തിത്വമാണോ വ്യക്തികളാണോ എന്നുള്ള ചോദ്യമാണ് ഒരു ചോദ്യം പ്രധാനമായിട്ടും. സത്യം പറഞ്ഞത് തമ്മിൽ എന്താ വ്യത്യാസം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 3 വ്യക്തികൾക്ക് 3 വ്യക്തിത്വങ്ങളുണ്ടല്ലോ, ഉറപ്പായിട്ടുണ്ട്. 3 വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞത് വ്യക്തികളുമാണല്ലോ. ഇത് അല്ല, ഇതിനെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തന്നെ 3 വ്യക്തിത്വങ്ങൾ പറയുന്ന ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതൊരിക്കലും അങ്ങനെ ബൈബിൾ പറയുന്നില്ല. അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് 3 വ്യക്തികളും തന്നെ പറയണമെന്ന്. 3 വ്യക്തികളാണ് ശരിക്കും. 3 വ്യക്തികൾക്ക് 3 വ്യക്തിത്വങ്ങളും ഉണ്ട്. പക്ഷെ 3 വ്യക്തിത്വങ്ങൾ മാത്രമല്ല, വ്യക്തികളെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ മോഡലിസ്റ്റ് മൊണാർക്കിനിസം, ഇപ്പം ദൈവം ഒന്നേ ഉള്ളൂ, ഏകദൈവം, പഴയ നിയമത്തിൽ പിതാവായും പുതിയ നിയമത്തിൽ പുത്രനായും എന്നൊക്കെ പറയുന്ന ഒരു ഉപദേശമുണ്ട്. അത് ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഇതെല്ലാം ഏതെങ്കിലും ഒരു സെഞ്ചുറിയിൽ കണ്ടം ചെയ്യപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങളാണ്. ഇതെല്ലാം ഒരു ദുരുപദേശവും പുതിയതല്ല. ഇന്ന് ഈ വ്യാപരിച്ചിരിക്കുന്ന കൃപക്കാരെന്ന് പറഞ്ഞ വ്യാജ കൃപയുടെ പ്രചാരകർ പോലും അവർ പണ്ടങ്ങാണ്ട് കണ്ടം ചെയ്യപ്പെട്ട ആന്റിനോമിനിസമാണ്. ഇതെല്ലാം പ്രിറ്ററിസം, ആന്റിനോമിനിസം, ഇങ്ങനെ പല ഇസങ്ങൾ നേരത്തെ തന്നെ തള്ളിക്കളയപ്പെട്ടുള്ള ഇന്ന് പുതിയ രൂപത്തിൽ വരുന്നത്. അന്ന് പക്ഷെ സഭയിൽ നല്ലപോലെ ഉപദേശങ്ങൾ അടിസ്ഥാനമുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എതിർക്കാൻ. ഇന്നിപ്പോൾ ആളുകളുടെ മേലേക്ക് ഈ ചെന്നായ്ക്കൾക്ക് മേയാൻ ഭാഗത്തിന് എല്ലാം തുറന്നിട്ടിരിക്കുക. ഈ യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം വന്നുകൊണ്ട് ജനങ്ങൾക്ക് വിവേചനമില്ല. ഇത് എവിടെ നിന്നാണ് പഠിപ്പിക്കുന്നത്, എന്ത് ഡോക്ടറിനാണ് ഇവർ ഫോളോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഉറപ്പുവരുന്ന ഒരു കാര്യം, ഒരു പെൻഡക്കോസ്റ്റൽ ബ്രദർ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ കൺവിക്ഷൻസ് ഉള്ള ഒരു ബ്രദർ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ട്രഡീഷണൽ ചർച്ച ഏതിൽ നിന്ന് വന്നാലും ഇപ്പം അവർക്കൊരു അവരുടെ ടീച്ചിങ്ങിന് വിരോധമായ ഒന്നും വരാതെയാണ് ഞാൻ. കാരണം എൻ്റെ കോളിംഗ് എന്ന് പറയുന്നത് ടു ബ്രിങ് അബൌട്ട് റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ടു ലീഡ് ദം ടു പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. അത് മാത്രമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കോൾ. അതിനുവേണ്ടി മാത്രമാണ് വചനം വ്യാഖ്യാനിക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവസഭയും രാജ്യവും, സ്റ്റേറ്റ് ആൻഡ് ദ ചർച്ച്, അപ്പം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളിലും പ്രവൃത്തികളിലും ഒരു വിശ്വാസിയുടെ പങ്ക് എങ്ങനെയാണ്? ഇന്ന് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ബന്ധത്തിൽ ഒരു രാഷ്ട്രീയ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിശ്വാസിക്ക് എത്രത്തോളം ആകാൻ പാടില്ല. നമ്മളിതിനെല്ലാം അകറ്റി നിർത്തണം. നമ്മുടെ പുൾപിറ്റുകളിൽ നിന്നും നമ്മുടെ കൂട്ടായ്മകളിൽ നിന്നും രാഷ്ട്രീയക്കാരെ അകറ്റി നിർത്തണം. നമ്മൾ അവരിൽ അകന്നു നിൽക്കണം. അവർ ഒരു തിന്മയുടെ ഭാഗമാണ്. അത് നമുക്കൊരു വേർപെട്ട ദൈവത്തിന് യോജിച്ചതല്ല എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് പാസ്റ്റർ എന്താ പറയുക? അതായത് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. കാരണം ബൈബിളുമായിട്ട് കോമ്പാറ്റബിൾ അല്ലാത്ത ഒത്തിരി തത്വചിന്തകളുള്ള പാർട്ടികളാണ് ഇന്നുള്ളതെല്ലാം. കാരണം അങ്ങനെ സാധിക്കുള്ളൂ. ഇതൊരു ക്രിസ്ത്യൻ രാജ്യമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ കോൺഗ്രസ്, ഞാൻ വ്യക്തിപരമായിട്ട് പറയല്ല, കൂടുതൽ ക്രിസ്ത്യാനികളും ഏതാണ്ട് ഒരു കോൺഗ്രസ് രാഷ്ട്രീയമുള്ള ആളുകളാണ് ആണെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ഫിലോസഫി ബൈബിളുമായിട്ട് യോജിച്ചതല്ല. ഉദാഹരണത്തിന് സനാതന ധർമ്മത്തിലാണ് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ബേസിക്കലി നിരീശ്വരവാദികളാണ്. ഇതൊന്നും ഒരു വിശ്വാസിക്ക് സാധിക്കില്ല. ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പങ്കാളിയായിട്ട് ഒരു ഇലക്ഷനിൽ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവന് ഒരു ക്രിസ്ത്യൻ ഫണ്ടമെന്റൽസിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റും. ഈ പാർട്ടികളുടെ തത്വങ്ങളുമായിട്ട് യോജിക്കാതെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നു. ബട്ട് ദാറ്റ് ഹി ഹാസ് ടു ഡിസൈഡ് ബിഫോർ ഗോഡ്. അതിന് ഒത്തിരി കാര്യങ്ങൾ ബൈബിളുമായിട്ട് ഇൻകമ്പാറ്റബിൾ ആയിട്ട് വരും. ആ സമയത്ത് യു മേ ഹാവ് ടു ചൂസ്. ദൈവം വേണോ രാഷ്ട്രീയം വേണോ ചൂസ് ചെയ്യുമ്പോൾ രാഷ്ട്രീയം ചൂസ് ചെയ്യരുത്, ദൈവത്തെ ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യം പരത്താൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ മാറാൻ ദൈവം രാജാവായി വരുന്നതാണ്. അതായത് ദൈവം രാജാവായി വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഐഹികമായി ഇന്ത്യ മഹാരാജ്യം ചിന്തിക്കരുത്. ദൈവത്തിന്റെ രാജ്യം ആത്മീകമായ രാജ്യം, അതായത് ക്രിസ്തുവിനെ അറിയുന്ന ഒരു ജനറേഷൻ ഉണ്ടാകുന്നതാണോ ഈ സമൂഹം നന്നാകാൻ ഏറ്റവും നല്ല വഴി? അതോ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യുന്നതാണോ? ഏതാണ് നല്ല വഴി? നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. വി ആർ പാർട്ട് ഓഫ് ദ ഡെമോക്രാറ്റിക് പ്രോസസ്. അതുകൊണ്ട് നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. അതിനൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദെയർ ഈസ് എ ലിമിറ്റ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ നമ്മുടെ ആത്മീയ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയോ അവരുമായി വന്നെത്തുകയോ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും ഒരു സുവിശേഷത്തിന് വിഘ്നം സംഭവിക്കുമ്പോൾ, എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഇവരെയൊക്കെ തന്നെ ആശ്രയിക്കാറുമുണ്ട്. ഇതൊക്കെ എങ്ങനെയാ വാസ് നോക്കുകയാണെന്ന്? അതായത് ഒന്നാമത് രാഷ്ട്രീയക്കാരെ സ്റ്റേജിൽ വിളിക്കുന്നതിനെ കുറിച്ച് പറയാം. ഈ സ്റ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് തന്നെ എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. പാസ്റ്റർമാർ പോലും സ്റ്റേജിൽ ഇരിക്കേണ്ട എന്നുള്ള, എന്തിനാണ് സ്റ്റേജ്? നമ്മുടെ ജനങ്ങളോട് ഇരുന്നാൽ മതി, അതാണ് ബേസിക്കലി. പിന്നെ ആർക്കെങ്കിലും സ്റ്റേജിൽ ഇരിക്കണമെന്ന് ആഗ്രഹം ഇരുന്നോട്ടെ. ഈ രാഷ്ട്രീയക്കാരിരിക്കുന്ന ഇന്നത്തെ സഭയ്ക്കകത്ത് രാഷ്ട്രീയക്കാരിരിക്കുന്നവർ വലിയ വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വയ്യ.
നമ്മൾ ഇതിനെ പരിശോധിക്കേണ്ട ഒരു കാര്യം. പക്ഷെ മൈക്ക് കൊടുക്കുമ്പോൾ അതെ. വീണ്ടും ജനിച്ച ഒരാളെ അത് ചെയ്യാവും. വീണ്ടും ജനിച്ച പൊളിറ്റീഷ്യൻ പറഞ്ഞുകൂടാ. വീണ്ടും ജനിച്ച പൊളിറ്റീഷ്യൻ ഉണ്ടോ എന്നറിയില്ല. വീണ്ടും ജനിച്ച പൊളിറ്റീഷ്യൻ ഉണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം അവൻ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ അവൻ അറിയാമായിരിക്കുമല്ലോ, പാവക്ഷമയെ കുറിച്ച് പറയാൻ അറ്റ്ലീസ്റ്റ്. ഇനി ഈ മൈക്ക് ഇന്ന് എടുക്കുന്നവര് ഇത് പറയാൻ യോഗ്യരാണോ എന്ന് അറിയാൻ മേല. കാരണം ഇവരിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടവരുണ്ടെന്ന് നമ്മൾ പിന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യം. അത് വിധി പ്രസ്താവനയ്ക്ക് ഞാൻ വിടുന്നില്ല. പക്ഷേ വെൻ യു ടേക്ക് എ മൈക്രോഫോൺ ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ ജനത്തോട് സംസാരിക്കാൻ ദൈവം എന്തെങ്കിലും തന്നിട്ടില്ലാത്തവരല്ലാതെ ആരും ഇതെടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ റെസ്പെക്ട് ദം. ഈ സ്റ്റേജിൽ ഇരുന്നതിനെ കുറിച്ച് എനിക്ക് യെസ് എന്നോ നോ എന്നോ പറയാൻ പറ്റില്ല. കാരണം ആ സ്റ്റേജ് അത്ര വിശദമായിട്ടൊന്നും ഞാൻ പരിഗണിക്കുന്നില്ലാത്തതുകൊണ്ട്. പക്ഷേ വെൻ യു ആർ സ്പീക്കിംഗ് ടു ഗോഡ്സ് പീപ്പിൾ, അതെന്താണ് ആരാണെന്നുള്ളത് നമ്മൾ ശോധന ചെയ്യും. ഈ സുവിശേഷത്തിന് വിഘ്നം സംഭവിക്കുന്ന ഏരിയകളിൽ നമ്മൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട് പൊതുവെ ഇപ്പോൾ. അതൊരു അപകടകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഇപ്പൊ നമുക്കൊരു സുവിശേഷത്തിനെതിരുള്ള ഒരു ഗവൺമെന്റ് വന്ന എന്ത് ചെയ്യും നമ്മൾ? ഇപ്പോ മുഖ്യമന്ത്രി നമ്മുടെ ആളാണെന്നൊക്കെ വേണേൽ പറയാം, അല്ലെ ഒരാൾക്ക്, അല്ലെ പ്രധാനമന്ത്രി നമ്മുടെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുള്ളി ഉടനെ വിളിച്ച് ഫോൺ ചെയ്ത് ഞങ്ങളുടെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് പരിഹരിക്കണം, ഉടനെ രാഷ്ട്രീയക്കാരും ഒന്ന് പരിഹരിച്ചു. ഇവരെല്ലാം നമുക്ക് എതിരാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് എനിക്ക് ധനമായിരുന്നതെല്ലാം എനിക്ക് നഷ്ടമായി മാറി ക്രിസ്തുവിന്റെ പരിജ്ഞാനം നിമിത്തം എന്ന് പറയാൻ കാരണം, ഇന്ന് ഞാൻ എനിക്ക് ധനമെന്ന് കരുതുന്നതെല്ലാം ക്രിസ്തു ജീവിച്ചത് എങ്ങനെ എന്നറിയാനുള്ള എൻ്റെ യാത്രയ്ക്ക് തടസ്സങ്ങളാണ്. എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, എങ്ങനെ ഇതിനെ നേരിടുമായിരുന്നു, എങ്ങനെ എന്നെ ആക്രമിക്കുന്ന ശത്രുക്കളെ കാണുമായിരുന്നു എന്ന് ഞാൻ പഠിക്കണം. അത് പഠിക്കുന്നതിന് എൻ്റെ ഈ ബന്ധങ്ങൾ തടസ്സമാണ്. തിരുവനന്തപുരത്ത് കാണുന്നുണ്ടല്ലോ പൗലോസ് കൈസരെ ആഹ്വാനം ചൊല്ലിയെന്ന് കാണുന്നുണ്ട്. ഗവൺമെന്റ് ലോ നമുക്ക് ഗവൺമെന്റ് ലോ ആണ്. ഉദാഹരണത്തിന് ഒരാൾ നമ്മളെ കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോയി. ഇപ്പൊ ഗവൺമെന്റ് ലോ എന്താ പറയുന്നത്? കൺവേർഷൻ ഫോഴ്സ്ഫുൾ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾക്ക് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തോട്ട് മാറുന്നതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു പ്രോബ്ലം ഇല്ല. ഇറ്റ്സ് എ സെക്യുലർ കൺട്രി ബൈ ഡെഫിനിഷൻ. നമ്മൾ ആ നിയമം പറയുന്നതിന് ഒരു തെറ്റില്ല. അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഇസ്രായേൽ പൗരനെ റോമൻ പൗരനായ പൗലോസിനെ ഇങ്ങനെ വിധിക്കാൻ പാടില്ല, കൈസറുടെ അടുത്ത് അപ്പീൽ ചെയ്യാമായിരുന്നു. ആ അപ്പീൽ കൊടുത്തതിനകത്ത് തെറ്റൊന്നുമില്ല, നമുക്ക് അപ്പീൽ കൊടുക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ. പക്ഷെ ആക്രമിക്കാൻ വരുന്ന ഒരാളെ ഇവർ രക്ഷിക്കൂ എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. എബ്രാഹിം എന്ന് സമ്പത്തുകളുടെ വ്യവഹാരം സന്തോഷത്തോടെ സാധിച്ചു അവർ ഒരു വ്യവഹാരത്തിനൊന്നും പോയത് കാണുന്നില്ല. പിന്നെ നമുക്കെതിരെ വരുന്ന എതിർപ്പുകളെയും ബുദ്ധിമുട്ടുകളെയും നമ്മൾ സഹനത്തിന്റെ പാതയിലും ക്രിസ്തുവിന്റെ മനസ്സോടും കൂടെ സഹിക്കണം. അത് നമുക്കൊരു നാട്ടിൽ നടപ്പുള്ള നിയമത്തിലോ അല്ലെങ്കിൽ നിയമം നമുക്ക് പറയാം, പക്ഷെ നിയമം നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, നിഷേധിക്കപ്പെടുകയുള്ളൂ. കാരണം ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ ക്രിസ്ത്യാനികൾ ഒരിടത്തും കൊണ്ട് വിസ്തരിക്കുന്ന ശരിയായ ഒരു കേസ് പറഞ്ഞിട്ടല്ല, എല്ലായിടത്തും കള്ളക്കേസിൽ കുരിക്കാനും ഇരിക്കുന്നത്. അപ്പൊ നമുക്കതിനെതിരെ ഒന്നും പറയാൻ പറ്റാൻ സാഹചര്യം വരാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന് അവർ പറയാൻ പോകുന്നത് നിങ്ങൾ എന്താ മനഃപൂർവ്വമായി മതപരിവർത്തനം നടത്തിയ കാശകെന്ന് പറഞ്ഞൊക്കെ പറയുന്നതിന് തെളിവുകളോട് കൊണ്ടുവരും. അങ്ങനെ ഒന്നും നമുക്ക് നമ്മളിന്ന് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് പല ചേരികളാണ്. അപ്പം ഒരാൾ നമ്മൾ ആക്രമിക്കുമ്പോൾ മറ്റേ ചേരി നമ്മൾ ആശ്രയിക്കുന്നു. അങ്ങനെയാണ്. അതെല്ലാം തെറ്റാണ്. ദൈവത്തിനല്ലാതെ എല്ലാ ആശ്രയത്വങ്ങളും തെറ്റാണ്. പക്ഷേ ഞാൻ മറ്റൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ മഹാപൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് താൻ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്നോ, അതോ താൻ്റെ മരണ പുനരുത്ഥാനത്തോടു കൂടിയാണ് തൻ്റെ മഹാപുരോഹിതത്തിന്റെ ഓഫീസ് താൻ ആരംഭിച്ചതെന്നുള്ള ഒരു ചിന്ത പൊതുവെ വിശ്വാസികളുടെ പഠിപ്പിക്കുന്നുണ്ട്, പലരും പഠിപ്പിക്കുന്നുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ദൈവത്തിന്റെ കുഞ്ഞാട് മാത്രമായിരുന്നുവെന്നും തൻ്റെ ആ കുഞ്ഞാടെന്നുള്ള റോള് പൂർത്തീകരിക്കപ്പെട്ട് കാൽവറിയിലെ ബലിമരണത്തിലാണെന്നും അതിനുശേഷം താൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും മനുഷ്യർക്കുള്ള മധ്യസ്ഥത ആരംഭിച്ചു എന്നും ആണ് ഒരു പഠിപ്പിക്കലുകൾ പൊതുവെ ഉണ്ട്. അല്ലാതെ ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമുക്കൊരു പകരക്കാരൻ എന്ന നിലയിൽ ഒരു മഹാപുരോഹിതനായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വാസയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, നമുക്ക് ഈ യേശുക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തെ കുറിച്ചുള്ള ഒന്ന് രണ്ട് പരാമർശങ്ങൾ നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തില് മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ശാലേം രാജാവും 7:1 മുതൽ ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന എബ്രഹാമിനെതിരേറ്റ് അനുഗ്രഹിച്ചു. എബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും
പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, ആരംഭവും ജീവാരംഭവും അവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കും എന്ന് പറഞ്ഞ എന്താർത്ഥം? കർത്താവിന് നിത്യ പൗരോഹിത്യം ഉണ്ടെന്നാണ്. ആരംഭവുമില്ല, പൗരോഹിത്യം ഉണ്ടെങ്കിലും ആ ഓഫീസ് താൻ കൈയാളിയിരുന്നില്ല എന്നാണ്. ഓഫീസ് കൈയാളിയിരുന്നില്ലെന്ന് പറയാൻ ഒരു വാക്യവും ബൈബിളിലില്ല. പൗരോഹിത്യം ഉണ്ടെങ്കിൽ പൗരോഹിത്യം ഉണ്ട്. ഇനി പൗരോഹിത്യം തെളിയിക്കപ്പെടുന്നത് ഈ യാഗത്തിലൂടെയാണ്, പുനരുത്ഥാനത്തിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. പക്ഷെ അപ്പോഴെല്ലാം പൗരോഹിത്യമുണ്ട്. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നൊരാളോട് പറയുന്നതും പാപങ്ങൾക്ക് വേണ്ടി അഭയാചന കഴിക്കുന്നതും പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയുമാണ്. ഈ എന്തുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിശ്വാസി രക്ഷാനിർണയം പ്രാപിച്ച് പൂർണ്ണതയിലെത്തി പിതാവിന്റെ അടുത്ത് ചെല്ലുന്നവരെ അവനെ സംരക്ഷിക്കണം എന്നുള്ള മധ്യസ്ഥതയാണ്. ആ രക്ഷയ്ക്ക് കാരണമാകുന്ന മധ്യസ്ഥതയാണ്. അതുകൊണ്ടാണ് പുരോഹിതം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു ഇൻട്രപ്ഷൻ ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തെ കുറിച്ച് ചില കമന്റുകളും കാണുന്നത് അതൊരു മഹാപുരോഹിത്യ ഇന്റർസെഷൻ അല്ലായിരുന്നു. അത് പഴയ നിയമത്തിലെ പല പ്രവാചകന്മാരും ദൈവസേനയിൽ ഇടിവ് നിന്നതുപോലെ ക്രിസ്തു മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന മാത്രമായിരുന്നു പറഞ്ഞു. അതായത് ഈ മധ്യസ്ഥ പ്രാർത്ഥന മറ്റാളുകള് പഴയ നിയമത്തിലെ ആളുകള് എന്തടിസ്ഥാനത്തിലാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതെന്ന് അറിയാമോ? അവരർപ്പിച്ച യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ പാപം ചെയ്ത ആളുകൾക്ക് ആർക്കും ചുമ്മാ പോയി കർത്താവിന്റെ സന്നിധിയിൽ ഇടിവ് നിൽക്കാനൊന്നും പറ്റിയില്ല. അവരെല്ലാം അന്നത്തെ ആ സിസ്റ്റം, അതായത് ലെവിറ്റിക്കൽ കൾട്ടിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത്. എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവത്തിന്റെ അടുത്തേക്ക് സമീപിക്കാൻ ചില റൂൾസ് ഉണ്ട്. അതായത് പാപയാകും, അവന്റെ പാപം പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം അതിന് വേണം. അതല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഈ ഒരു മധ്യസ്ഥത ആപ്ലിക്കബിൾ അല്ല. യേശുക്രിസ്തുവിന്റെ എല്ലാം അവന്റെ നിത്യയാഗത്തിന്റെ ബേസിസിലാണ് അവന്റെ പ്രാർത്ഥനകൾ മുഴുവൻ. അതായത് എന്നെ സംരക്ഷിക്കണേന്ന് പിതാവിനോട് പറയണമെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലേ സാധിക്കുള്ളൂ? അവന്റെ യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ എങ്ങോട്ടും പോകണ്ടായി. ഇവിടുത്തെ പഴയ യാക്കോപ്പള്ളി നോക്കിയാൽ മതി. യാക്കോപ്പള്ളിയിൽ അച്ഛൻ അപ്പം നുറുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ കർമ്മം നടത്തുക മാത്രമല്ല ചെയ്യുന്നത്. അതിനകത്ത് അഭയാചനയും നിലവിളിയും എല്ലാം ചേർത്തായി പുരോഹിതനാ ശുശ്രൂഷ പൂർത്തിയാക്കുന്നത്. പുരോഹിതന്റെ ശുശ്രൂഷ പൂർത്തിയാകുമ്പോൾ അതിനകത്തൊരു യാഗം മാത്രമല്ല ഉള്ളത്, ഈ ജനത്തെ മുഴുവൻ വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതില്ലാത്ത ഒരു പുരോഹിതനും ഇല്ല. അത് എബ്രായ ലേഖനത്തിലെ തന്നെ ഈ വാക്യങ്ങൾ നിന്ന് വിശദീകരിച്ച 5-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിൽ 4-ന്റെ 14 മുതൽ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4-14 മുതൽ ഞാൻ വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ എന്ന് പറഞ്ഞ ആകാശത്ത് നിന്ന് ആകാശത്തിലേക്ക് പോയ മഹാപുരോഹിതൻ. അപ്പൊ എന്തായാലും അർത്ഥം? നമുക്കുള്ളത് കൊണ്ട് വന്നത് ആകാശത്ത് നിന്ന്, പോയത് ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്, ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം പിടിച്ചു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ആകാശത്തിൽ കൂടെ പോയിട്ടും, ആകാശത്ത് നിന്ന് വന്ന് ആകാശത്തിലേക്ക് പോയ മഹാപുരോഹിതനായിട്ടും ഭൂമിയിൽ നിന്നുള്ളവനല്ലാഞ്ഞിട്ടും നമ്മുടെ സിമ്പതി കാണിക്കാൻ അവന് സാധിക്കും. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ 4-ാം അധ്യായത്തിന്റെ 14 മുതൽ പറഞ്ഞു വരുന്ന ഒരു തീമുണ്ട്. 4-ാം അധ്യായത്തിന്റെ 14 മുതലാണ് ആ തീമിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, ഏറ്റവും അടുത്തുള്ള പശ്ചാത്തലം. അവിടെ പറഞ്ഞു വരുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരാകുന്നു. അപ്പം ആകാശത്തിൽ കൂടെ കടന്നുപോയവനായാലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പാപം ചെയ്തില്ല, പാപം ഇല്ലായിരുന്നു അവനിൽ. എങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടും അവന് പാപം ഉണ്ടായിരുന്നില്ല. ഇനി അതാണ്. എന്നിട്ട് നമ്മളോട് സിമ്പതിയുണ്ട്. എന്തുകൊണ്ട് സിമ്പതിയുണ്ട്? ഈ പരീക്ഷണം അവൻ അതിജീവിച്ചതുകൊണ്ട്. എന്നാൽ 5-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വരുമ്പോൾ, 3 വാക്യങ്ങൾ വരുമ്പോൾ, മനുഷ്യരുടെ നിൽക്കുന്ന ഏത് പുരോഹിതനും മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്താൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത കൊണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീന നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. യേശുവിനത് വേണോ? ഇവിടത്തോട്ട് പറഞ്ഞു തുടങ്ങുന്ന എന്തിനെ കുറിച്ചാ? ഈ പഴയ നിയമത്തിലുള്ള മഹാപുരോഹിതനാകുന്ന എപ്പോഴാണ്? യാഗം പൂർത്തിയായ ശേഷമാണോ? യാഗത്തിനെ നിയമിക്കപ്പെടുമ്പോഴാണോ? അപ്പോയിന്റ് ചെയ്യുമ്പോഴല്ലേ? യേശുവിനെ എപ്പോഴാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തത്?
ക്രൂശ് മരണത്തിന് ശേഷമാണോ? അല്ല, അവിടെയും കർത്താവ് ഓഫീസ് ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അതെ, അതായത് തിയോളജൈസ് ചെയ്യുക. നമ്മൾ ബൈബിളിലേക്ക് മാത്രം നോക്കി ഓഫീസ് എന്നുള്ള വാക്കുകളൊന്നും ബൈബിളിലില്ല. പഴയ നിയമ പുരോഹിതന്മാരുടെ ഒരു നിഴലിലേക്ക് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ പുരോഹിതന്മാർ വൺസ് ഹി അപ്പോയിന്റഡ് ഹി സ്റ്റാർട്ട്സ് ഹിസ് വർക്ക്. വർക്ക് ചെയ്ത ശേഷം അല്ല പുരോഹിതനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. കൊള്ളാം നിന്റെ പണി, എന്നാ പിന്നെ നിന്നെ അപ്പോയിന്റ് ആയിരിക്കും. അങ്ങനെയല്ല ഇത്. ഈ ഒബ്ജക്ഷൻ ഉന്നയിക്കുന്ന ഇങ്ങനെയുള്ള പല പഠിപ്പിക്കലും പറയുന്നത് അറ്റ് എ ടൈം കർത്താവിന് ഒരു ശുശ്രൂഷയെ ഒരു ഓഫീസേ താൻ ചെയ്തിരുന്നുള്ളൂ. കുഞ്ഞാടായിരുന്നപ്പോൾ കുഞ്ഞാടിന്റെ റോള് ഫിനിഷ് ആകുമ്പോൾ അത് ഹൈ പ്രീസ്റ്റ്ലി ഓർഡറിലോട്ട് പോകും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു കൺവെൻഷണൽ ടീച്ചിങ് അല്ല. ഇങ്ങനെ യേശു ഒരേ സമയത്ത് തന്നെ രാജാവും കർത്താവും പുരോഹിതനും അല്ലായിരുന്നു. ഒരേ സുൽത്താൻ ചെയ്ത ഓഫീസ് അവൻ തന്റെ ദേഹം എന്ന തിരശ്ശീല കീറിയവനാണ്. ആരെ കീറിയത്? മഹാപുരോഹിതത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ മഹാപുരോഹിതൻ എന്ത് ചെയ്തു? അവൻ തന്റെ ദേഹം എന്ന തിരശ്ശീല കീറി. അപ്പൊ ലാംബാരാ? കീറുന്നാരാ? അപ്പൊ യേശു എന്ന ലാമ്പിനെ അർപ്പിച്ച പുരോഹിതനാരാ? ആ യാഗം കഴിച്ച പുരോഹിതനാരാ? ക്രൂശിലൊരു യാഗം നടന്നു. സ്വന്തം യാഗത്താൽ ആരാ? ക്രൂശിലൊരു യാഗം നടന്നു. ആരാ യാഗം നടത്തി? ഏത് പുരോഹിതൻ? താൻ തന്നെയാണ്. അപ്പൊ ഒരേ സമയത്ത് കുഞ്ഞാടും പുരോഹിതനല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ നോക്കി, ഈ 5:7-8-9 ഒരു കോൺട്രവേഴ്സ്യൽ ഭാഗം. എബ്രായർ 5:7-8. ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിന് പാവമില്ലായിരുന്നു, മറ്റു പുരോഹിതന്മാർക്ക് പാവമുണ്ടായിരുന്നു. അപ്പൊ മറ്റു പുരോഹിതന്മാർ യാഗം കഴിക്കുമ്പോൾ അതിനകത്ത് ആരും കൂടെ ഉണ്ട്? ആ പുരോഹിതനും പാവയാഗം കഴിക്കേണ്ടി വരും. ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഈ 5-ാം അധ്യായത്തിൽ പറയുന്നത്, അതുകൊണ്ട് ക്രിസ്തു മഹാപുരോഹിതൻ എന്ന് മഹത്വം സ്വതവേ എടുത്തില്ല, നീ എന്റെ പുത്രൻ ഇനി അതിനെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അവരുടെ അരുളി ചെയ്തവന് കൊടുത്തവനത്ര. ഇത് പലരും പറയുന്നത് പുനരുത്ഥാനത്തെ കുറിച്ചാണെന്ന്. ഞാൻ അതിനെ യോജിക്കുന്നില്ല. കാരണം പുനരുത്ഥാനത്തെ കുറിച്ച് അങ്ങനെ ഒരു വാഗ്ദത്തം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നിറവേറിയതായിട്ട് ഒരു വാക്കുണ്ട്. അപ്പോൾ ഇത് പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് ശരിയാണ്. യേശുവിന്റെ പുത്രനായ യേശുവിനെ ജനിപ്പിച്ചു എന്ന് പിതാവ് പറയുന്നുണ്ട്. 2 കോണ്ടെക്സ്റ്റിലാണത്. ഒന്ന്, സർവ സൃഷ്ടിക്കും ആദിജാതനായി, അതൊരു നിയമനമാണ്. 2, മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലം. ഈ 2 നിയമനങ്ങളും ഉണ്ട്. ഇത് രണ്ടും ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇറ്റേണലി, മറ്റൊന്ന് ഇൻ ടൈമാണ് സംഭവിച്ചത്. അപ്പൊ ഇവിടെ ഈ ഇറ്റേണലി സംഭവിച്ചൊരു കാര്യമാണ്, നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. സർവ്വ സൃഷ്ടിക്കും ആദിജാതനായി. ഉളവായതെല്ലാം, യേശുവിന്റെ നിത്യപൗരോഹിത്യത്തെ കുറിച്ച് പറയാൻ ഏറ്റവും എളുപ്പമുള്ളത്, ഉളവായതെല്ലാം അവന് വേണ്ടി ഉളവായതാണ്, അവനിലേക്ക് വരാൻ വേണ്ടി ഉളവായതാണ്. അപ്പൊ അപ്പോയിന്റ്മെന്റ് അപ്പോഴേ കിടപ്പുണ്ട്. എന്തിനു വേണ്ടിയുള്ളതാണ്? പുരോഹിതനായി അപ്പോഴേ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്ന 6-ാം വാക്യം ഇങ്ങനെയാണ്, നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ ഐക്യ ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭിവാചനം കഴിക്കുകയും ഭയഭക്തി ഉത്തരം ലഭിക്കുകയും ചെയ്തു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതൻ എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ് ഇങ്ങനെ യേശു ചെയ്തു. അടുത്ത വാക്യം, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പോയിന്റ് ചെയ്തു, യാഗം കഴിച്ചു. ആ മഹാപുരോഹിതൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. എന്നേക്കുമായ ഒരു മഹാപുരോഹിതൻ എന്നുള്ള മഹത്വം ദൈവവന് നൽകി. അത് പുനരുത്ഥാനത്തിന്റെ സമയത്ത് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് ഈ യാഗം പൂർത്തിയാകുമ്പോൾ ആ മഹാപുരോഹിതന്റെ മഹത്വം വെളിപ്പെട്ടു എന്നേ ഉള്ളൂ. ഹീസ് എവർ എ മഹാപുരോഹിതൻ. അടുത്ത് നോക്കി 11-ാം വാക്യം, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് തമിഴ് ബൈബിളിൽ ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുന്നത്, ഈ മൽക്കീസദേക്ക് എന്ന പുരോഹിതനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ടെന്ന്. ഈ 11-ാം വാക്യം, അതാണ് ഡിസ്കഷൻ മൊത്തം. ഈ ഡിസ്കഷൻ മുഴുവൻ ഇതിനെ കുറിച്ച്, മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം. ഇതിനിടയ്ക്കുള്ള 7-ാം വാക്യം മാത്രം എടുത്തിട്ട് അത് യേശു പാപത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണെന്ന് പറയുന്നവരുണ്ട്. യേശുവിന്റെ പുനരുത്ഥാനത്തിന് അത് ഇൻക്ലൂഡാ. എങ്ങനെ ഇൻക്ലൂഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ യേശുവിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, ഈ മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി അല്ല മരിക്കുന്നതെങ്കിൽ യേശുവിന് പുനരുത്ഥാനം ചെയ്യാൻ ഒരു പ്രയാസമില്ല. കാരണം അവൻ ദൈവപുത്രനാണ്, ദൈവമാണ്. അവന് ദ്രവത്വം കാണാനോ മരിക്കാനോ പോകേണ്ട കാര്യമില്ല. ഞാൻ അവനിൽ പ്രതിനിധീകരിക്കപ്പെടുന്നത് കൊണ്ട് അവൻ പുനരുത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
എനിക്ക് വേണ്ടി അവൻ കഴിച്ച യാഗത്തെ പിതാവ് അംഗീകരിച്ചു എന്നാണ് അതിനർത്ഥം, അല്ലേ? അപ്പൊ യേശു പുനരുത്ഥാനം ചെയ്തെന്ന് പറഞ്ഞാൽ ആരെ രക്ഷപ്പെട്ടത്? ഈ മഹാപുരോഹിതൻ ആർക്ക് വേണ്ടി നിലവിളിച്ചു, ആർക്ക് വേണ്ടി കരഞ്ഞു, ആർക്ക് വേണ്ടി വന്നോ ഈ ലോകത്തിലേക്ക്? എന്താണ് ഇവർ പറയുന്നത്? ഭൂമിയിലേക്ക് യേശു മനുഷ്യനായി ഇറങ്ങി വന്ന് ദൈവമായി ഇവിടെ ജീവിച്ചത് അവൻ ചുമ്മാ പാപത്തോട് യുദ്ധം ചെയ്ത് ജയിച്ചു കൊണ്ട് പോകാൻ വേണ്ടിയാണോ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? അവന്റെ മഹാപുരോഹിതയാകാൻ നമുക്ക് വേണ്ടി അല്ലായിരുന്നു, അവനൊന്ന് പെർഫെക്റ്റ്. അതായത് ഇപ്പൊ അടുത്തിടെ വ്യാപിച്ചിരിക്കുന്ന ഇതെല്ലാം മെയിൻ ലൈൻ ചർച്ചകളിൽ നിന്ന ഉപദേശങ്ങളല്ല, ഇതെല്ലാം പ്രാദേശികമായി വ്യാപരിച്ച ഉപദേശങ്ങളാണ്. അവിടെ പറഞ്ഞ ഒരു ഉപദേശം പറഞ്ഞ യേശു ക്രിസ്തു നമുക്ക് പാപങ്ങളെ എതിർത്ത് നിന്ന് ജയിച്ച് മരണം വരെ പിടിച്ചു നിന്ന് നമുക്കൊരു മാതൃക കാണിച്ച പോലെ നമ്മളും കഷ്ടപ്പെട്ട് പിടിച്ചു നിന്ന് ജയിച്ച സ്വർഗത്തിൽ പോകും. ഇത് സാൽവേഷൻ ബൈ വർക്ക്സ് എന്ന് മാത്രമല്ല, സാൽവേഷൻ ബൈ ടോർച്ചർ എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല, യേശു നമുക്ക് ഉദാഹരണമാണ്, ഒക്കെയാണ്. പക്ഷെ യേശു നമുക്ക് രക്ഷകനാണ്. ഹി സേവ്ഡ് മീ ഫ്രം ദിസ്. അതാണ് ശരിക്കുള്ള ഉപദേശം. ഹി വാസ് നോട്ട് ജസ്റ്റ് മൈ എക്സാമ്പിൾ. ഐ എം നോട്ട് ഡിനൈയിങ് ദാറ്റ് ഹി ഈസ് an example, but more than that he saved me എന്നുള്ളതാണ്, ഫ്രം ഡെത്ത്. അവനെ പോലെ ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന എനിക്ക് ജയിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് പറ്റാത്തത് ഒരു കാര്യം കർത്താവ് ചെയ്തു. അതാ പൗരോഹിത്യത്തെ കുറിച്ച് എബ്രായ ലേഖനം മുഴുവൻ പറയുന്നത് ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആൾക്കാരോട് യേശു കഷ്ടപ്പെട്ട് ജയിച്ചു എന്ന് പറയാൻ വേണ്ടി അല്ല. യേശു എങ്ങനെയാണ് സ്വയം കഷ്ടപ്പെട്ട് വേദനിച്ച് നിലവിളിച്ച് കരഞ്ഞ് മരിച്ച് പുനരുദ്ധാനം ചെയ്ത് നിന്നെയൊക്കെ രക്ഷിച്ചത്. ഇത്ര വലിയൊരു പുരോഹിതൻ എവിടെ ഉണ്ട്? നിങ്ങൾ തിരിഞ്ഞ് അങ്ങോട്ട് പോയി അവിടെ ഉണ്ടോ? ഇത്ര വലിയ രക്ഷ നിങ്ങൾ എങ്ങനെ അഗണ്യമാക്കും? ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി എബ്രായ ലേഖനം എഴുതിയേക്കുന്നത് തന്നെ. ഇതാണ് ഒരു വാക്യം മാത്രം നമ്മൾ എടുത്തിട്ട് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ആ മുഴുവൻ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കിംഗ് ഓൺലി അബൌട്ട് ഹൈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. അത് നിഷേധിക്കേണ്ട ഒരു കാര്യവും ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കില്ല. കാരണം ദൈവം, ഗോഡ്സ് ഓഫീസേഴ്സ് ആർ ഇമ്മ്യൂട്ടബിൾ ആൻഡ് പെർഫെക്റ്റ്. അത് സമയത്തിൽ തുടങ്ങുന്ന ഒന്നുമില്ല ദൈവത്തിന്. ദൈവം എല്ലാം നിത്യനാണ്. ദൈവത്തിന്റെ എല്ലാം നിത്യമായ കാര്യങ്ങളാണ്. അവന്റെ യാഗവും നിത്യമാണ്, നിത്യയാഗത്താലാണ്. അത് ഇറ്റേണലി ഡിസൈഡഡ് ആണ്, ടൈമിൽ എക്സിക്യൂട്ടഡ് ആണ്. മഹാപുരോഹിത്യം ഇറ്റേണലി ഡിസൈഡഡ് ആണ്, ടൈമിൽ എക്സിക്യൂട്ടഡ് ആണ്. നമ്മുടെ രക്ഷ ഇറ്റേണലി ഡിസൈഡഡ് ആണ്, ടൈമിൽ നടപ്പാക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ എല്ലാ കാര്യവും. വാട്ട് എവർ പെർറ്റൈൻസ് ടു ഗോഡ് ഈസ് ഇറ്റേണൽ. പക്ഷെ മറ്റൊരു വിഷയം, ഈ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള വാക്യത്തെ അധികരിച്ചുകൊണ്ട് സ്ത്രീകൾ ഒരു യാതൊരു പാർട്ടിസിപ്പേഷനും സ്ത്രീകൾക്ക് ദൈവസഭയുടെ കൂട്ടായ്മകളിൽ ഇല്ല എന്നുള്ള ചിന്തയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ സഭയിൽ ഹെഡ് കവർ ചെയ്ത് ഇരിക്കണം, പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവമായ സ്ത്രീയുടെ സഭയ്ക്കകത്തുള്ള റോള് എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവം എന്താണ് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത്? ഓക്കെ, രണ്ടിടത്താണ് പ്രധാനമായിട്ട് പഠിപ്പിക്കലുള്ളത്. ഒന്ന് കൊരിന്ത്യ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്, സകല വിശുദ്ധന്മാരുടെ സകല സഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭകളിൽ മൗനമായിരിക്കട്ടെ എന്ന് പറയുന്നിടത്ത് ചിലർ പറയും കൊരിന്ത്യ സഭയുടെ പ്രാദേശിക കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. അല്ല, പൗലോസ് പറയുന്നത് വിശുദ്ധന്മാരുടെ സകല സഭകളിൽ എന്ന പോലെ. ദാറ്റ് മീൻസ് പോൾ സേസ് ഇറ്റ് ഈസ് യൂണിവേഴ്സലി പ്രാക്ടീസ്ഡ്. അത് തന്നെ മതി നിങ്ങൾക്ക് പുതിയ ഉപദേശം ആരെങ്കിലും തന്നോ എന്നാ ചോദിക്കുന്നത്. അപ്പം ഹി ഈസ് വെരി സ്ട്രിക്റ്റ് അബൌട്ട് ദാറ്റ്. തിമോത്തിയോസിൽ പറയുന്നത്, ഐ ഡോണ്ട് പെർമിറ്റ് ദ വുമൺ ടു ടീച്ച് ഇൻ എ ചർച്ച് എന്നാണ്, ആൻഡ് ലേൺ ഇൻ സബ്ജക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതിന്റെ അർത്ഥം ഒരക്ഷരം പോലും മിണ്ടാതിരിക്കട്ടെ എന്നല്ല. തിമോത്തിയോസിനെ കൂടെ ചേർത്ത് വായിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതോറിറ്റേറ്റീവ് പൊസിഷൻ, കർത്തൃത്വം എടുക്കുന്ന പൊസിഷൻസ് സ്ത്രീകൾക്ക് പാടില്ലെന്ന്. ഡു നോട്ട് ടീച്ച് ദ ചർച്ച് എന്നും വേറെ എല്ലാം ചെയ്യാം. അതായത് അതോറിറ്റേറ്റീവ് പൊസിഷൻസിൽ ഒരിക്കലും യേശുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിലും സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് സുവിശേഷം പറയാം, മൈക്കിൽ കൂടെ പറയാം, അവിശ്വാസികളോട് സംസാരിക്കാം. അവിശ്വാസികളോട് സുവിശേഷം പറയുന്നതിന് തടസ്സമില്ല, വിശ്വാസികളോട് ശുശ്രൂഷിക്കുന്ന തടസ്സമില്ല, സാക്ഷ്യം പറയുന്നതിന് തടസ്സമില്ല, സ്തോത്രം ചെയ്യുന്നതിന് തടസ്സമില്ല, പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല. ബ്രദർ ചർച്ചക്കാർ സ്തോത്രം ചെയ്യാനും സ്ത്രീകളെ സമ്മതിക്കില്ല, പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല. ഇതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എല്ലാ പുരുഷന്മാരും ചെയ്യേണ്ട കാര്യമില്ല. ആ തിരഞ്ഞെടുക്കപ്പെട്ട 1-2 പേരോ ചെയ്താൽ മതി, അല്ല 2-3 പേര് ചെയ്താൽ മതി. ഈ പ്രസംഗിക്കുന്നതാണ് ശുശ്രൂഷ എന്ന് ആര് പറഞ്ഞു? വേദപുസ്തകത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിന് അങ്ങനെ തോന്നിയെങ്കിൽ ചിലപ്പം പൗലോസിന് തോന്നിയായിരിക്കും. അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും ചെയ്സിനേക്കാൾ ഭേദം പൗലോസാണ്. ഐ ട്രസ്റ്റ് പൗലോസ് മോർ ദാൻ ചെയ്സ്, ബിക്കോസ്
more than myself, because Paul was an apostle. അപ്പോസ്റ്റലിന് അപ്പോസ്റ്റലിനെ ടീച്ചിങ് കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പറയുന്നിടത്ത് ഒരു തിയോളജിയും പറയുന്നുണ്ട്. സ്ത്രീ പഠിപ്പിക്കരുത്, കാരണം ആദമല്ല ഹവ്വയാണ് അത് ചതിക്കപ്പെട്ടത് എന്നൊരു തിയോളജിയും അതിനകത്ത് പറയുന്നുണ്ട്. അതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും. പക്ഷെ സിൻസ് ദർ ഇസ് എ ഡോക്ടറിൻ ഇൻവോൾവ്, പൗലോസ് പറയുന്ന ഒരു കാര്യം നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. പൗലോസ് പറയുന്നുള്ളത് ക്രിസ്തുവിൽ സ്ത്രീയെന്നില്ല പുരുഷനെന്നില്ല, ഒന്നുമില്ല, സ്റ്റാറ്റസിലൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിവിടെ സുവിശേഷം ചെയ്യുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് പിള്ളേരെ വളർത്തി രക്ഷപ്രാപിക്കുക ഫോർ സം ടൈം. പക്ഷേ കൃപയുടെ കൂട്ടാവകാശിയായിട്ട് ഭാര്യ, ഷീ ഈസ് വൺ വിത്ത് മീ. അവിടെ ചെല്ലുമ്പം ഈ ഗിഫ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. വാട്ട് ഐ ഹാവ് ഡൺ, ഷീ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. പ്രതിഫലത്തിലോ ക്രിസ്തുവിനുള്ള സ്റ്റാൻഡിങ്ങിലോ ശുശ്രൂഷയുടെ നിലവാരത്തിലോ കൃപകളിലോ യേശുവിന് മുമ്പിലുള്ള സ്റ്റാൻഡിങ്ങിലോ നിത്യതയിലോ ഒന്നും ഇതില്ല. പക്ഷേ ഈ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട്. അവരുടെ ഫാമിലിയോടുള്ളൊരു പ്രൊട്ടക്റ്റീവ് നേച്ചർ, മക്കളോടുള്ളൊരു ആർദ്രത, അത് നഷ്ടപ്പെടും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇവിടെ ഉള്ളൊരു വേൾഡ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് പ്രാക്ടിക്കലി പറ്റുന്നത് ശരിക്കും അതൊരു തിരിച്ചുപോയതല്ല. അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒരു ഇമോഷണൽ സ്ട്രെങ്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് പറയുന്നത്. പൊതുസഭ കൂടി വരുമ്പോൾ അവരെ പഠിപ്പിക്കാൻ സ്ത്രീയെ പെർമിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ അലോ ചെയ്യുന്ന അനേക സഭകളുണ്ട് ഇന്ന്. അതായത് ശരിക്കും അതെ അതെ, അമേരിക്കയിലും ഒത്തിരി സ്ത്രീകളാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ അമേരിക്കയിൽ ഒരു വലിയ വിഭാഗം ചർച്ചകൾ അത് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പോൾ വാഷർ, ജോൺ പൈപ്പർ, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഇവാഞ്ചലിസ്റ്റിക്, ഒരു കാൽവിനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഉള്ള എന്നാൽ കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളുകളാണ് ഈ ഗ്രൂണമൊക്കെ. അവരുടെ വെയിൻ ഗ്രൂണമിന്റെ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഇത് പരാമർശിക്കുന്നുണ്ട്. വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് വെയിൻ ഗ്രൂണം പറയുന്നത്. അതായത് പൗലോസിന്റെ ഐഡിയ ആണ് സ്ത്രീകളെ കുറിച്ച് അതൊരു മെയിൽ ഷോവിനിസ്റ്റിക് പുരുഷ മേധാവിത്വമുള്ള ഒരു യഹൂദ സമുദായത്തിൽ വന്ന ആളായതുകൊണ്ടാണ് സാംസ്കാരികമായ ഒരു പ്രശ്നമാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ഇതേ ആർഗ്യുമെന്റ് ആണ് ഹോമോസെക്ഷൽസും പറഞ്ഞത്. ഹോമോസെക്ഷൽസ് പറഞ്ഞത് അത് പൗലോസ് മാത്രമേ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുള്ളൂ, യേശു എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം സ്ത്രീകളെ കയറ്റിയത്, കാരണം പൗലോസിനെ കുറ്റം പറഞ്ഞിട്ട്. പിന്നെ അതേ പൗലോസിനൊരു തട്ട് കൊടുത്തിട്ടാണ് ഇവര് കയറിയത്. ഇതിന്റെ ഈ ബിബ്ലിക്കൽ അപ്പോസ്റ്റലിക് ടീച്ചിങ്ങിനെ വീഴ്ച വരുത്തിയത് മുഴുവൻ ഈ പൗലോസിന്റെ തട്ടിയിട്ടാണ്. അപ്പോൾ ഐദർ യു വാണ്ട് പോൾ ഓർ ഡോണ്ട് വാണ്ട് പോൾ, അതാണ് ഇതിനകത്തെ കാര്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ സ്ത്രീകളും പ്രസംഗിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, പൗലോസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഐ ആം ലിമിറ്റഡ്. ഇനി പുരുഷന്മാർ പ്രസംഗിക്കേണ്ട, സ്ത്രീകൾ പ്രസംഗിച്ചാൽ മതി എന്നാ പൗലോസ് പറഞ്ഞിരുന്നെങ്കിൽ ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. അതിന്റെ അർത്ഥമൊക്കെ അവിടെ ചെല്ലുമ്പോൾ പൗലോസിനോട് ചോദിക്കും, എന്ത് പണിയാ പൗലോസ്, എന്റെ ഭാര്യയ്ക്ക് നല്ലോണം പ്രസംഗിക്കാൻ അറിയായിരുന്നു, ഒറ്റ പോലും പറയാൻ നീ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യും എന്താ എന്റെ കാര്യം, അല്ല ദൈവം എക്സ്പ്ലെയിൻ ചെയ്തു. പൊതുവെ എനിക്ക് എല്ലാത്തിന്റെ ഉത്തരം അറിയണമെന്ന് നിർബന്ധമില്ല. ദ ബൈബിൾ സേസ് സോ, ഐ ഓൾസോ സേ സോ. പൊതുവെ ഈ ഫെമിനിസ്റ്റുകളൊക്കെ ഇത് വളരെ ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇതിനെ ചിത്രീകരിക്കണം. പ്രസംഗിക്കുന്ന ആൾ മേധാവിയെന്ന് ആര് പറഞ്ഞു? പ്രസംഗിക്കുന്ന ആൾ ഈസ് എ സെർവന്റ്. പ്രസംഗിക്കുന്ന മേധാവിയായത് റവയും പായൊക്കെ വന്നപ്പോഴല്ലേ. ശരിക്കും യേശു പ്രസംഗിച്ചോണ്ടിരുന്ന എങ്ങനെ? ഈ ശിഷ്യന്മാർക്ക് പാത്രം കഴുകി കൊടുത്തു, ആഹാരം വിളമ്പി കൊടുത്തു, അവരുടെ കാലം കഴുകിയോ? ഇതൊരു മുട്ടിന്മേൽ നിന്നുള്ളൊരു ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലാതെ ഇത് പൊസിഷനൊന്നും അല്ല. ഇത് നമ്മുടെ ഈ ലോകപരമായ ആ സെറ്റപ്പിൽ നോക്കുമ്പോൾ പാസ്റ്റർമാർ നല്ല സ്റ്റൈലായിട്ട് നടക്കുന്നു. അപ്പൊ ഈ സ്ത്രീകൾക്ക് അത് പറ്റുന്നില്ല. അതിന്റെയാണ് ചുരുക്കം. അത് ലോകമാണത്. ഹെഡ് കവറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി എക്സ്ട്രീമായിട്ട് അതിനെ വലിച്ചു നീട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും തലയിൽ മൂടുപടമിടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീകളാണ്. അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും എങ്കിലും സ്ത്രീ മൂടുപടം തലയിടുന്നു. 24 hours ഇട്ടുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാം. പറഞ്ഞിട്ടില്ല അങ്ങനെ. ഇടുന്നത് നല്ലത്, കാരണം അതാണ് നല്ലത്. പക്ഷെ ഇടണ്ട എന്ന് പറയുന്ന ടീച്ചിങ് ഈസ് റോങ്. അവിടെ ഒരു തിയോളജി ഉണ്ട്, നമുക്ക് മനസ്സിലാകാത്തൊരു ഡോക്ടറിന് ഇതാണ്: ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം, മാർക്ക് ഓഫ് സബ്മിഷൻ. ഇത്രയേ ഉള്ളൂ. സ്ത്രീക്ക് പ്രസംഗിക്കാൻ ടീച്ച് ചെയ്യാൻ മാത്രമേ പറ്റാത്തുള്ളൂ, പ്രവചിക്കാം. അവിടെ ഈ പറയുന്ന പ്രവചനം ഈ ഭാവി പറയുന്ന പ്രവചനമാണോ അതോ എക്സോട്ടേഷൻ ആണോ? ദൈവം തരുന്ന വചനം അല്ലെങ്കിൽ ദൈവം പറയുന്ന ഒരു ദൂത്, അവളുടെ സ്വന്തമല്ല. ആ പ്രൊഫസി, ഈ പ്രൊഫസി എന്ന് പറയുന്നത് ദാറ്റ് ലേഡി ഈസ് നോട്ട് സ്പീക്കിംഗ്, ഗോഡ് ഈസ് സ്പീക്കിംഗ് ത്രൂ ഹർ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഷീ ഈസ് നോട്ട് ടീച്ചിങ്. അപ്പോ
പ്രവചിക്കാം. ഫിലിപ്പോസിന്റെ 4 സഹോദരിമാർ പ്രവാചകരായിരുന്നു. പഴയ നിയമത്തിലൊരു ദെബോറ പ്രൊഫറ്റസ് ആയിരുന്നു. പ്രൊഫസീസ് അലൗഡ്, only authoritative teaching and leading as a leader. പക്ഷേ ഇന്നത്തെ പൊതു സഭകളെല്ലാം ഈവൻ പറഞ്ഞ ഈ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന പല സഭകളിലും ഇതിന് അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ ഓർഡൈൻ ചെയ്യുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി. അതാ ദൈവവചനം പറയുന്നവരെല്ലാവരും ജീവിക്കണം നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവവചനം വിശ്വസിക്കുന്ന ആളുകൾ ഹെഡ് കവറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ് ടു ഹാവ്. അത് കാരണം ബൈബിൾ അങ്ങനെ പറയുന്നത്. ഡോക്ടറിനുണ്ട് സബ്മിഷൻ. ഇപ്പം ഞാൻ പ്രസംഗിക്കാൻ ഒരു സ്ത്രീ ഒരു സാക്ഷ്യം പറയുന്നതിനേക്കാണ് അല്ലെ പ്രവചിക്കുന്നത്. സ്ത്രീ പറയുന്നതേ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഞാൻ സബ്മിറ്റഡ് ആയിരിക്കും. ദൂതന്മാരെന്ന് ഉദ്ദേശിക്കുന്ന സഭയിലെ ആളുകളായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നും പ്രോപ്പർ അല്ലാത്തത് നമ്മൾ ഒരു കാര്യവും അമർത്തി പറയുന്നില്ല. പ്രോപ്പർ എക്സസൈസിലൂടെ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം ബൈബിളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അധികം ഇതാണെന്ന് പിടിവാച്ചെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ മറ്റൊരു ചോദ്യം ഉള്ളത്, പൊതുവെ ഈ വേർപെട്ട സമൂഹം നമ്മൾ അറിയപ്പെടുന്നു. അതിനകത്ത് തന്നെ പറച്ചിൽ തന്നെ ഒരു വേർപാടുണ്ട്. അപ്പം നമ്മൾ വിഭാവനം ചെയ്യുന്ന വേർപാടും ഈ ദൈവവചനം മുമ്പോട്ട് വേർപാടും തമ്മിൽ എന്തെങ്കിലും അന്തരമോ അടുപ്പമോ ഉണ്ടോ? അത് നമ്മളിന്ന് ഈ ആഭരണ വർജനം അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ ഉള്ള ഒരു പുറമേ ഉള്ളൊരു വേർപാടിന് ഒരു ഹയർ പൊസിഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതപ്പം ഇതിനെക്കുറിച്ചുള്ള ഈ ആഭരണത്തെക്കുറിച്ചും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള വേർപാടിന്റെ ഈ അനുഷ്ഠാനങ്ങളെ കുറിച്ച് പാസ്റ്റർ അഭിപ്രായം എന്താണ്? സത്യത്തിൽ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലാണ് ശരിക്കും വേർപാട് എന്നുള്ളൊരു ഉപദേശം ഞാൻ ഏറ്റവും കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്. എബ്രായ 13 ഇങ്ങനൊരു വാക്യമുണ്ട്, മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങൾ. രക്തം അങ്ങോട്ട് പോയി വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയി. ആ മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളി. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. നോട്ട് എമംഗ് ദ പീപ്പിൾ, ഹിസ് ഔട്ട്സൈഡ്. രക്തം വിശുദ്ധ മന്ദിരത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ മൃഗം വെളിയിൽ അവൻ്റെ ഉടൽ ചുട്ടുകളയുന്ന പോലെ യേശുവിൻ്റെ ശരീരം നഗരവാതിലിന് വേണ്ടി കഷ്ടം അനുഭവിക്കുമ്പോൾ അവൻ്റെ രക്തം നമ്മളെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഗമൃഗം ആൻഡ് പ്രീസ്റ്റ്. അടുത്തത് ഇവിടെ പറയുന്നത്, ആകയാൽ നാം അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. പാളയത്തിൽ നമ്മളില്ല, അതാണ് വേർപാടെന്ന് പറയുന്നത്. ക്രിസ്തു ഏത് വഴിയാണോ നടന്നു പോയത്, ടു ഹിസ് ക്രോസ്, അതേ വഴി പാളയത്തിന് പുറത്തേക്കുള്ള നടപ്പിനെയാണ് ശരിക്കും വേർപാടെന്ന് പറയുന്നത്. ഇത് അവൻ്റെ അടുത്ത് ചെല്ലുന്ന എന്തിനു വേണ്ടിയാണെന്നറിയോ? അവൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട്. അപ്പം വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ദ സഹിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ ചിന്താഗതികളിൽ നിന്ന് വേറിടുക. പിന്നെ എന്ത് മണ്ടനാണ് ആളുകാർ പറഞ്ഞ ക്രിസ്തു നിമിത്തമാണെങ്കിൽ നമ്മൾ വേർപെട്ടു നടത്തും. ഇത് ഈ വേർപാട് നമ്മൾ ഈ ഫിലോസഫിയൊക്കെ ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് വേൾഡ് വ്യൂ എന്ന് പറഞ്ഞൊരു ഒരു പ്രയോഗമുണ്ട്. കാഴ്ചപ്പാടെന്നൊക്കെ മലയാളത്തിൽ പറയും. വേൾഡ് വ്യൂ, അതായത് നമുക്ക് ഒരു വീടിനെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്വത്ത് കാണുമ്പോൾ, ബന്ധങ്ങൾ കാണുമ്പോൾ, ലോകത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാഴ്ചപ്പാടുണ്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചപ്പാട്. ലോകത്തിനെല്ലാം ഇതിന് അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ വേർപാടെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നുണ്ട്, ഞാൻ പുതിയ സൃഷ്ടിയായതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം വേറെയാണ്. ക്രിസ്തുവിലല്ലാത്തവന് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ കാര്യങ്ങൾ. എൻ്റെ വേർപാടെന്ന് പറയുന്നത് ക്രിസ്തു പോയ നിന്ദയിലേക്കാണ് എൻ്റെ വിശ്വാസം എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ കാഴ്ചപ്പാടുകൾ അവിടെയാണ് വേർപാടുണ്ടാകുന്നത്. എൻ്റെ ഭാര്യ ആഭരണം ധരിക്കാത്തതിന്റെ കാരണം ആഭരണം ധരിക്കാതിരുന്നാലേ ബന്ധുക്കോസുകാരി ആവുള്ളൂ എന്നുള്ളതുകൊണ്ടല്ല. എൻ്റെ ഭാര്യ ആഭരണം ധരിക്കാത്തത് അത് ഒരു സ്വത്ത് സ്വരൂപിക്കലാവുമെന്ന് ചിന്തിച്ചിട്ടാണ്. ഞങ്ങളുടെ ദൈവം വ്യക്തിപരമായത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അസറ്റ് ക്രിയേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. കാരണം ഈ ലോകത്ത് ക്രിസ്തു എന്തിനെ നന്മ എന്ന് കണ്ടോ അതല്ലാതെ വേറൊന്നും നിങ്ങൾ നന്മയായി കരുതുന്നില്ലെങ്കിൽ നിങ്ങൾ വേർപെട്ടു. പക്ഷെ വേർപാടെന്ന് പറയുന്നത് ദാറ്റ്സ് ഓൾസോ പ്രോഗ്രസീവ്. നിങ്ങൾക്കുള്ള ഇന്ന സാധനങ്ങൾ വിട്ടുകളഞ്ഞാൽ വേർപെട്ടു എന്ന് പറയാൻ പറ്റില്ല.
എന്താണ് എടുത്തു കളയേണ്ടത് വരെ ദൈവം തീരുമാനിക്കണം. അവൻ്റെ വേൾഡ് വ്യൂയിലേക്ക്, ക്രിസ്തുവിൻ്റെ വേൾഡ് വ്യൂയിലേക്ക് നമ്മൾ മാറുന്നതാണ്. ഉദാഹരണത്തിന് ഒരു പാപിയായ മനുഷ്യനെ കണ്ടു, നമ്മൾ ഉടനെ പറയുന്നത് അവനൊക്കെ എന്ത് മനുഷ്യരാ, ഇത് ലോകം പറയും. നമ്മൾ വേർപെട്ടവരെന്താ പറയുന്നത്? അയ്യോ പാവം, എന്ത് പാപത്തിൽ അവനെ കർത്താവ് രക്ഷിച്ചാൽ മതിയാണ്. സിമ്പതി തോന്നി കെട്ടിപ്പിടിച്ചു, ബ്രദർ ഞാൻ നിന്നെ പോലൊരു പാപിയായിരുന്നു. ഇത് ചുമ്മാ പറയുന്നതല്ല, ഹൃദയത്തിനകത്ത് അത് വേറൊരു കാഴ്ചപ്പാട്. ഒരാളെന്നെ അടിക്കുക, നേരത്തെ സുവിശേഷ വിരോധികളുടെ കാര്യം പറഞ്ഞു, അടിക്കുക. ക്രിസ്തുവിന്റെ വേൾഡ് വ്യൂ എന്താ? അത് ഞാൻ സ്വീകരിക്കുമ്പോൾ അവൻ്റെ നിന്ദ ചുമന്ന് ഞാൻ പാളയത്തിന് വെളിയിൽ പോയി. ആൾക്കാർ പറയും, എടാ ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ. പക്ഷെ ഞാനെന്താ ചെയ്യുന്നത്? യേശുവിൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് വെളിയിലിട്ടു. അപ്പോൾ വേർപാടെന്ന് പറയുന്ന ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് വ്യൂ. ലോകത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും എൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും എല്ലാം ക്രിസ്തുവിൻ്റെ ചിന്തകൾ. അത് പാളയത്തിന് പുറത്താണ്. ക്രിസ്തുവിൻ്റെ ചിന്തകൾ എപ്പോഴും മനുഷ്യരുടെ പാളയത്തിന് പുറത്താണ്. അവൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുക പതുക്കെ പതുക്കെ. സാങ്ക്ടിഫിക്കേഷൻ നമ്മളിൽ ആ വേർപാടിനെ കൊണ്ടുവരും. അതാണ് വേർപാട്. അപ്പം ചിലപ്പോൾ ആഭരണം പോവും, ചിലപ്പം പല സാധനങ്ങളും പോവും. നമുക്ക് ആളുകളുടെ അംഗീകാരത്തോട് ബഹുമാനം തോന്നില്ല. ആൾക്കാർ നല്ലത് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു സമൂഹത്തോട് ചേരണമെങ്കിൽ ഇന്നത് വേർപെട്ടിരിക്കണം എന്നുള്ളൊരു അത് പിന്നെയും അതൊരു വലിയ പ്രതിസന്ധിയാണ്. അത് അങ്ങനെ വരുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പല സ്ഥലത്തും ഇപ്പം ഞങ്ങൾക്ക് പരിചയമുള്ള സഹോദരിമാർ വിശ്വാസത്തെ ഒന്ന് രക്ഷിക്കപ്പെട്ടു, ഒരു ആഭരണമൊക്കെ ഊരി സഭയെ ചേർന്നു, ഭാര്യമാരെല്ലാം പൊട്ടിച്ചു. 2 ഭാര്യമാർക്കെതിരെയും ഭർത്താക്കന്മാർ കേസ് കൊടുത്തു. ഞങ്ങൾക്ക് പറ്റില്ല. കേസ് കൊടുക്കുമ്പം ഈ സഭ കൂടെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. സഭ എവിടെയുണ്ട്? ഇവർ കേസ് കളിച്ച് കുടുംബം തകർന്നു. ഇതൊരു ഹൊറിബിൾ കാര്യമാണ്. ദാറ്റ് ഹാസ് ടു ബി ലെഫ്റ്റ്. അതായത് നമ്മൾ സ്വത്ത് വിട്ടുകളയുന്നതായാലും ആഭരണം വിട്ടുകളയുന്നതായാലും ലോകത്തിൽ എന്ത് വിട്ടുകളയുന്നതായാലും അത് ഇൻഡിവിജ്വലിന് വിട്ടുകൊടുക്കണം. ആ കാര്യം അവരത് ശരിക്കും വീണ്ടും ജനിക്കപ്പെട്ട ഒരാൾക്ക് ആഭരണങ്ങളോട് ആഗ്രഹം തോന്നുന്നില്ല. ആഭരണങ്ങളോടൊന്നും മാത്രമല്ല, ലോകത്തിൽ ഒന്നിനോടും ആഗ്രഹം തോന്നില്ല. ആ ഒരു വേൾഡ് വ്യൂയിലേക്ക് നമ്മൾ വരാതെ കുടുംബങ്ങൾ തകർക്കുന്നതിൽ കാര്യമില്ല. ഇന്ന് നമ്മുടെ എല്ലാ സമൂഹത്തിന്റെ എല്ലാ നമുക്ക് ഈ വേർപാട് കിട്ടാത്തത് കൊണ്ടാണ്, ക്രിസ്തുവിന്റെ വേൾഡ് വ്യൂ എന്നുള്ള വേർപാട് നമുക്ക് ആത്മാവ് ബോധ്യപ്പെടുത്താത്തത് കൊണ്ടാണ് ഫിസിക്കൽ വേർപാടിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഫിസിക്കലി യേശുവിന് ഒരു വേർപാടും ഉണ്ടായിരുന്നില്ല. പാപികളോട് എണ്ണപ്പെട്ടു എന്ന് മാത്രമല്ല, അവനെ തിരിച്ചറിയാൻ പോലും ഒരു വഴി ഉണ്ടായിരുന്നില്ല. സോൾഡിയേഴ്സ് പരിചയമുള്ളവരല്ല. സോൾഡിയേഴ്സ് വരുമ്പം യേശു വരെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു ശിഷ്യൻ തന്നെ ഉമ്മ കൊടുക്കേണ്ടി വന്നു. കാരണം അവൻ ഒരു വേർപാടും അവൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് കാണിച്ചില്ല. അവരുടെ ഒരാളെ പോലെ നടന്നു. അതുപോലെ ഇരുന്നു. പക്ഷെ ഭയങ്കര വേർപാടായിരുന്നു. വേൾഡ് വ്യൂ വാസ് ഡിഫറെന്റ്. കാഴ്ചപ്പാട് വേറെയായിരുന്നു. അവൻ നിന്ദ സഹിക്കാൻ തയ്യാറായിരുന്നു, മരിക്കാൻ തയ്യാറായിരുന്നു, ലോകത്തെ സ്നേഹിച്ചില്ല. അങ്ങനെ ഒരു വേർപാടിൽ നിന്ന് എന്ത് പ്രവൃത്തി വന്നാലും വിശുദ്ധ മരിക്കും. പക്ഷെ അങ്ങനെ ഒരു വേർപാട് ഉള്ളിൽ വരാതെ ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ എന്ത് ചെയ്താലും അത് ആന്തരികമായി വിശദീകരിക്കപ്പെടുകയില്ല. അകത്തുള്ള ശുദ്ധീകരണം രക്തത്താൽ നടന്നെങ്കിൽ മാത്രമേ പുറത്തെ പാളയത്തിന് നിന്ദ സഹിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഒരു മനുഷ്യൻ നല്ല നമുക്ക് കാണാൻ പറ്റത്തില്ല, പുറമേ കാണാൻ പറ്റത്തില്ല. അപ്പൊ പുറമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. സോ നിർബന്ധിക്കരുത്. ഞാനൊരു ദിവസം ഇങ്ങനെയുള്ള ചട്ടക്കൂടിൽ അകത്തിൽ നമ്മൾ തിരുവത്താൻ പോലും നമ്മൾ കൊടുക്കത്തില്ല. അതെ, അതാണ് അവിടെയൊക്കെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അവിടെ അതൊക്കെ പ്രോബ്ലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ തിരുവത്താരം നിഷേധിക്കാൻ പാടില്ല. അവരോട് ഉപദേശിക്കാം. ഇപ്പൊ സഭയ്ക്കൊരു തീരുമാനമുണ്ട്, ഇങ്ങനെ ഉപദേശിക്കാം, ഇതാണ് ഞങ്ങളുടെ സഭയുടെ തീരുമാനം, പ്രാർത്ഥിക്കുക, ദൈവത്തിനെ സഹായിക്കട്ടെ. പക്ഷെ കർത്താവിന്റെ കൃപകളിൽ പങ്കാളിയാകുന്നതിന് ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ തടസ്സമാകാൻ പാടില്ല. അത് പ്രത്യേകിച്ചും പാപമെന്ന് എണ്ണപ്പെടാത്ത പ്രവൃത്തികൾ തടസ്സമാകാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ വ്യക്തിപരമായ ആഭരണത്തെ സ്നേഹിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. പക്ഷെ വേറൊരു ചോദ്യം കൂടി ചോദിക്കുന്നത്, ഈ നാളുകളിൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവഗീതം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ദൈവം ഇന്നും മനുഷ്യരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ദൈവശബ്ദമായിട്ട് തിരിച്ചറിയുന്നത്? അതോടൊപ്പം തന്നെ ദൈവഗീതം ഏതെല്ലാം വിഷയത്തിലാണ് മനുഷ്യൻ ദൈവഗീതം അന്വേഷിക്കേണ്ടത്? അതെങ്ങനെയാണ് ലൈക്ക് കരിയർ ഗൈഡൻസിൽ അല്ലെങ്കിൽ പല വിഷയത്തിനകത്തും പലരും പറയാറുണ്ട്, രാവിലെ ഉടുപ്പിടുന്നത് പോലും ദൈവത്തോട് ചോദിച്ചിട്ടാണ്. നീരോടുപ്പിടണോ വെള്ളോടുപ്പിടണോ? അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു പച്ച ഉടുപ്പിടാൻ പറഞ്ഞു, ഞാൻ പച്ച ഇട്ടു.
അപ്പോൾ അങ്ങനെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് സെൻസിബിൾ ആയിട്ടും ജീവിക്കുന്ന ഒരു ദൈവത്തെ അന്വേഷിക്കുന്നു ആണോ ബൈബിൾ എന്താണ് വെച്ച് പറയുന്നത് പറയണം. അതായത് ബൈബിളിലെ നമ്മുടെ ഉപദേശത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു നടപ്പിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ചില പ്രത്യേക അവസരങ്ങളിലല്ല, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷേ ഇത് നമ്മൾ കേൾക്കുന്നത് വല്ലപ്പോഴാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാണനിൽ, സോളിൽ, നമ്മുടെ ബുദ്ധിയിൽ, വിവേചന ശക്തിയിൽ ഒത്തിരി ലോകത്തിൻ്റെ ശബ്ദങ്ങൾ ഓൾറെഡി മിക്സ്ഡാണ്. അതിൽ നിന്നും ആത്മാവിൻ്റെ ശബ്ദം എന്താണെന്ന് വിവേചിച്ചറിയാൻ ഭയങ്കര പ്രയാസം. ശരിക്കും വിവേചനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഹോളി സ്പിരിറ്റ് ഈസ് സ്പീക്കിംഗ് ടു അസ്, പക്ഷെ ഇത് കേൾക്കുന്നില്ല. പല സമയത്തും കേട്ടാലും വിവേചിക്കുന്നില്ല. അതാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ദെയർ നീഡ് ടു ബി ഡിസൈബിൾസ് ഹിയർ ടു ഹിയർ ദാറ്റ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ നമ്മുടെ സ്പിരിച്വൽ ഡിസിപ്ലിൻസിലൂടെ വളർത്തിയെടുക്കേണ്ട ഒരു ചെവിയാണ് ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത്. ഞാനിത് മനസ്സിലാക്കുന്നത്, നമ്മൾ ഏത് ക്രിസ്തീയ ജീവിതത്തിനും 3 ബേസിക് തലങ്ങളുണ്ട്. ഇത് ഞാൻ എപ്പിസിൽസിനെ ആധാരമാക്കിയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ദ എപ്പിസിൽ ടു ദ എഫേഷ്യൻസ്, 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന്, ലേണിങ്സ് ഓഫ് ദ ഫണ്ടമെന്റൽസ്. അതാണ് ഞാൻ ഈ ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്തെല്ലാം പറയുന്നത്. ലേൺ ദ ഫണ്ടമെന്റൽസ്. നിങ്ങളെ പഠിപ്പിക്കുന്നത് ശരിക്കും ചേസ് എന്ന് പറയുന്ന ആളല്ല. ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. അഭിഷേകമാണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഐ എം ഓൺലി എ ഗൈഡ്. ഈ ഗൈഡായിട്ട് ഞാൻ വരുമ്പോൾ ടീച്ചർ ഈസ് ദ ഹോളി സ്പിരിറ്റ്. വേറെ ആർക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ലേൺ ദ ഫണ്ടമെന്റൽസ് എന്നുള്ളതാണ്. ഫണ്ടമെന്റൽസ് പഠിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ശബ്ദങ്ങൾ അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ബോൺ അഗെയിൻ, വീണ്ടും ജനിച്ചു, വിശ്വസിച്ചു, വചനത്തിൽ വിശ്വസിച്ചു, ഒരു ആത്മീക ജീവിതം ആരംഭിക്കുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ നടപ്പ് നടക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദവും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ വിവേചിച്ചറിയാവുന്നതാണ് സെക്കൻഡ് പാർട്ട്. പഠിക്കുക, മനസ്സിലാക്കുക, വിശ്വസിക്കുക, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വിവേചിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ വിവേചനം എബ്രായലേഖനം 5 അവസാനത്തെ വാക്യത്തിൽ പറയുന്ന പോലെ, തഴക്കത്താൽ അഭ്യാസം വന്ന ഇന്ദ്രിയങ്ങളുള്ളവരെ പ്രായം തിരഞ്ഞവർക്കേ പറ്റൂ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട്. ദൈവത്തിൻ്റെ ഹിതത്തെ വിവേചിക്കുക എന്ന് പറയുന്നത് ചുമ്മാ പച്ച കളറാണോ ബ്ലൂ കളറാണോ എന്ന് പറയുന്ന പോലെ ഈസിയല്ല. ആ ശബ്ദം തിരിച്ചറിയാൻ നമുക്കൊരു കർത്താവിൻ്റെ കൂടെയുള്ള തഴക്കത്താൽ അഭ്യാസം വരുന്നൊരു നടപ്പ് ആവശ്യമാണ്. ഈ നടപ്പിൽ നിന്നാണ് എൻ്റെ കർത്താവ് എന്തായിരിക്കും അവൻ്റെ മനസ്സിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നടക്കാൻ നമ്മൾ തയ്യാറാകും തോറും ഇത് വെളിപ്പെട്ട് വരും. ലോകത്തിൽ നമ്മൾ ആ വേൾഡ് വ്യൂവിൽ നിന്ന് മാറി യേശുവിൻ്റെ അടുത്ത്, പാളയത്തിന് പുറത്തവൻ്റെ അടുത്ത് ചെല്ലുന്തോറും ഈ ശബ്ദം ക്ലിയറായി വരും. പക്ഷേ ഇന്നത്തെ പ്രാക്ടീസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിൽ ജീവിക്കുകയും പെട്ടെന്നൊരാവശ്യം വരികയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, നമുക്ക് കാണില്ല, അന്വേഷിക്കും, കണ്ടെത്തില്ല, കാണും, മനസ്സിലാവില്ല. ഉടനെ ഒരു പാസ്റ്റർ തൊട്ട് ചെല്ലും, പാസ്റ്ററെ അവിടെ പോകുന്നതാണോ ഇവിടെ പോകുന്നതാണോ ദൈവഹിതം എന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു. ദിസ് ഈസ് നോട്ട് ഓൾഡ് ടെസ്റ്റമെന്റ്. ഇവിടെ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ശബ്ദം കേട്ട് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പ്രവാചകന്മാരോ പാസ്റ്റർമാരോ നാളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാനുള്ളവരല്ല. പൗലോസ് യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ എല്ലാവരും വിഷമിച്ചു. അഗബോസ് പറഞ്ഞു, ഈ ഉത്തിരിയത്തിൻ്റെ ഉടമയെ അവർ കൊണ്ടുപോകും, ബന്ധനസ്ഥനാക്കും. പൗലോസ് സത്യത്തിൽ പോയോ ഇല്ലയോ, നമ്മളറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞേനെ ഇത് ദൈവത്തിൻ്റെ ഹിതമല്ല. പക്ഷെ പൗലോസ് എന്താ പറഞ്ഞെന്നറിയോ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കാരണം പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന അഗബോസ് അല്ല, പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന കർത്താവ് പൗലോസിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അഗബോസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് യെരുശലേമിലേക്ക് പോകുമ്പോൾ പൗലോസിന് ഇത്രയും പറയാം, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന തീരുമാനവും ഉറപ്പോടും കൂടി പോകാം. അപ്പോൾ പൗലോസിനെ ഉറപ്പുള്ളവനാക്കി വിടാൻ വേണ്ടിയാണ് അവിടെ അഗബോസിനെ വിട്ടത്, അല്ല ഒരു തീരുമാനം മാറ്റാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ ശബ്ദം നമ്മളാണ് കേൾക്കേണ്ടത്. അത് കേൾക്കാനുള്ള പ്രാക്ടീസ് നമുക്കുണ്ടാകണം. ആ പണി പാസ്റ്റർമാർക്ക് കൊടുക്കരുത്, പ്രവാചകന്മാർക്ക് കൊടുക്കരുത്. പ്രവാചകന്മാരുടെ പണി നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡേഷൻ നടത്തുക എന്നുള്ളതോ അങ്ങനെയുള്ള മധ്യസ്ഥന്മാർ പുതിയ നിയമത്തിലില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്പനോട് സംസാരിച്ച് ആലോചന പറഞ്ഞുതരാട്ടോ എന്ന് പറയുന്ന പരിപാടിയല്ല പ്രവചനം എന്ന് പറയുന്നത്. ഈച്ച് ചൈൽഡ് ഷുഡ് ഗോ ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. അന്വേഷിക്കുന്നവൻ കണ്ടെത്താതിരിക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിൻ്റെ ആ സോഫ്റ്റ് ഇന്നർ വോയിസ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതോടൊപ്പം അശരീരിയായിട്ട് 2 പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, പലപ്പോഴും കേൾക്കാറുണ്ട്. അത് ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ കുറച്ചൊക്കെ ഒരു സ്മോൾ പെർസെൻറ്റ് ഓഫ് ദാറ്റ് ഇപ്പോൾ എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ പ്രേ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം കംപ്ലീറ്റ് ബിഫോർ ഐ ഡൈ. പാസ്റ്റർ, വേറൊരു ചോദ്യം ചോദിക്കുന്നത്, ഈ സുവിശേഷീകരണത്തിനകത്ത് പുതിയ നിയമസഭയുടെ പങ്ക്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പങ്കും
സുവിശേഷം എന്ന വാക്കിനാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറയാം? സത്യം പറഞ്ഞാൽ അത് തുടങ്ങേണ്ടത് പിന്നെ ഈ സഭയിൽ നിന്നാണ്. അതായത് ഒരു പ്രോപ്പർലി ഡോക്ടറിനലി സൗണ്ട് ആയിട്ടൊരു സഭയില്ലെങ്കിൽ സുവിശേഷം പറയുന്നത് ഒരു പക്ഷേ വലിയൊരു കഷ്ടതയാണ്. കാരണം ഈ ആളുകൾ വിശേഷിക്കപ്പെട്ടു വന്നാൽ എങ്ങോട്ട് പറഞ്ഞു വിടുമെന്നുള്ള ഒരു വലിയ പ്രതിസന്ധി ഇന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൗത്യത്തിന് ഏറ്റവും വലിയ തടസ്സം ഈ വളർച്ച മുരടിച്ചു പോകുന്ന അനേകം വിശ്വാസികളെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനിക്കുന്നതിന് മുമ്പ് മരിക്കുന്നവരുണ്ട്. അതായത് ഉദാഹരണത്തിന് ഒരു മനുഷ്യനെ വിശ്വസിച്ച് അവൻ രക്ഷിക്കപ്പെട്ടോ എന്നൊന്നും അറിയത്തില്ല, അവൻ ഇഷ്ടപ്പെട്ടു, ഒരു ചർച്ചിലേക്ക് വിട്ടു, അവിടെ ക്രിസ്തുവിനെ കുറിച്ചേ പ്രസംഗിക്കുന്നില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു, ഇവൻ പതുക്കെ രക്ഷിക്കപ്പെട്ടതാണെന്ന് വിശ്വസിച്ചു, ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത് രക്ഷയുടെ തെറ്റായ ഉറപ്പാണ്. അതായത് ഞാനെല്ലാം വിട്ടു വന്നുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അല്ല, അതാണ് പ്രശ്നം. ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ, ഉയർത്തുന്ന ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, യേശുവിന്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ ആളുകൾ രക്ഷിക്കപ്പെടാൻ ഇഷ്ടമാണ്, അവർക്ക് വചനം കേൾക്കണമെന്നുണ്ട്. പക്ഷെ ആൾക്കാർ നമ്മൾ പ്രിലിമിനറി വചനം പറഞ്ഞ് ഇവാഞ്ചലിസ്റ്റ് കൊണ്ടുപോകുന്നു. എങ്ങോട്ട് കൊണ്ടുപോകും? എവിടെ കൊണ്ടുപോയി വിട്ടാൽ സുവിശേഷം കേൾക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ അടുത്ത ഇടയൊരു സഹോദരി ഞങ്ങളോട് ഫോൺ ചെയ്തു, നമ്മൾക്ക് കർത്താവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. പക്ഷെ അവരുടെ വീട്ടിൽ പോയി സുവിശേഷം പറയാൻ നമുക്ക് പറ്റില്ല. കാരണം സുവിശേഷ വിരോധികളുടെ കേന്ദ്രമാണ്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ആൾക്കാർ തന്നെ പറഞ്ഞു, മണ്ടത്തരം എടുത്തിയായിട്ടൊന്നും വേണ്ട, നമുക്ക് വിവേകപൂർണ്ണം വേണമല്ല. അപ്പോൾ ഈ സഹോദരി ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം വരുമോ? കർത്താവ് ഇത്രയും നമുക്ക് വേണ്ടി സഫർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചൊരു അടി കൊള്ളാൻ പോലും വയ്യാത്ത അവസ്ഥ. എൻ്റെ പ്രശ്നം കമ്മിറ്റ്മെൻ്റ് അല്ല. എൻ്റെ പ്രശ്നം ഞാൻ ടീച്ച് ചെയ്യുന്ന ചർച്ചിന് ഈ ഒരു ക്രൈസിസ് വന്നപ്പം മെൻറ്റർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ മരിക്കാൻ തയ്യാറായി വരുന്ന പുതിയ വിശ്വാസികളെ മെൻറ്റർ ചെയ്യാൻ ഇന്നത്തെ ചർച്ചകൾക്ക് ആരോഗ്യമില്ല. അവർ ലോകത്തിൻ്റെ ബാലപാഠങ്ങളിൽ അങ്ങ് തഴച്ചു പോയതുകൊണ്ട് ഇന്നൊരു പുതിയ വിശ്വാസി കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി വന്നാൽ വിടാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ. ഇത് ആത്മാവിൻ്റെ, ഞാൻ ആദ്യം തൊട്ട് എപ്പോഴും എൻ്റെ വേദന അതാണ്. ഈ മൂവ് ഓഫ് ദ സ്പിരിറ്റ് കാണാനില്ലെന്നുള്ളതാണ്. അതാണ് നമ്മൾ കരയേണ്ട ഒരു വിഷയം. ഈ ഡോക്ടറിനെല്ലി വള്ളിപ്പുള്ളി കീറുന്നതിന് പകരം ഈ ആത്മാവില്ലാത്തതിൻ്റെ സങ്കടമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. നമ്മുടെ ചർച്ചകളിലെല്ലാം കർത്താവിനുള്ള സ്നേഹം വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവാഞ്ചലിസ്റ്റിനൊരു നല്ല പ്ലാറ്റ്ഫോം ഉണ്ടാവും. എന്നോട് പലരും ചോദിച്ചു, എന്തിനാ സഭ ഇങ്ങനെ തുടങ്ങുന്നത്? കാരണം അവിടെ ഇത്രയും സഭകളിൽ ഞാൻ പറഞ്ഞു ഉണ്ടാകാം. പക്ഷെ എന്നോട് ഫെലോഷിപ്പ് ഉള്ള ചർച്ചകളിൽ എനിക്ക് ഇവരെ ഇങ്ങോട്ട് വിടാമെന്നൊരു ഫെയ്ത്ത് ഉണ്ടായാലേ എനിക്ക് അതിനകത്ത് സമാധാനം ഉണ്ടാവും. ഏതെങ്കിലും ചർച്ചിലോ ഞാൻ ഐഡന്റിഫൈ ഉണ്ട്, എനിക്ക് സമാധാനം വേണ്ടേ. ഒത്തിരി ചർച്ചകളെ കർത്താവ് പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ ശരിയാണ്. പക്ഷേ എനിക്കൊരു രക്ഷിക്കപ്പെട്ടിരുമ്പോൾ എനിക്ക് പറഞ്ഞുവിടാൻ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പോലും എനിക്കൊരാളെ പറഞ്ഞുവിടാൻ പറ്റില്ല എങ്കിൽ എനിക്ക് അറിയില്ല ചർച്ചയിൽ. ഇന്നത്തെ പൊതുവായ അവസ്ഥ നോക്കുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. പിന്നെ അയാളെ കാണുന്നത് എവിടെയായിരിക്കും? ഒരു പോയിന്റ്. പിന്നെ ഇവാഞ്ചലിസ്റ്റിന്റെ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. ശരിയാണ്, നമുക്ക് ജീവൻ ലഭിച്ചത് പകരുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്, സംശയമില്ലാത്ത കാര്യം. അത് സഭ ചെയ്യേണ്ട ദൗത്യമാണ്. ഇവാഞ്ചലിസത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നല്ലൊരു കഥ പറഞ്ഞാൽ വിശ്വസിക്കുന്നു, ഒരിക്കലും വിശ്വസിക്കില്ല. കഥ പറയുമ്പോൾ ആകർഷിക്കപ്പെടും. പക്ഷെ വിശ്വസിക്കണമെങ്കിൽ യേശുവിന്റെ സുവിശേഷം നീതിയുടെ വചനോടെ പ്രസന്റ് ചെയ്തിരിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി വന്ന് മരിച്ച് പുനരുത്ഥാനം ചെയ്ത് നമുക്ക് രക്ഷയൊരുക്കിയ ആ കാര്യം മാത്രമേ നമുക്ക്, അത് ചിലപ്പം നമ്മൾ വിചാരിക്കാൻ അവർക്ക് മനസ്സിലാവില്ലെന്ന്, അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹൃദയത്തിന്റെ താഴെ ദൈവം തുറന്നോളും. അല്ല നമ്മുടെ വാക്കുകൾ കൊണ്ടൊന്നും ഒരു ഹൃദയം തുറക്കില്ല. വചനത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്, ഹൃദയം തുറക്കാനുള്ള ശക്തി. അത് ദൈവം ചെയ്തോളും. സുവിശേഷീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. സോ സുവിശേഷം കേട്ടാലല്ലേ സ്വാധീനിക്കപ്പെടുള്ളൂ. എവിടെ സുവിശേഷം കേൾക്കുന്നത്? ഇന്ന് പെന്തക്കോസ്ത് സഭകളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് എന്നോട് ചോദിക്കേ. സുവിശേഷം എന്താണെന്ന് അറിയില്ല, രക്ഷിക്കപ്പെടുന്നില്ല. നമ്മുടെ ആൾക്കാരോട് പറയുന്ന പ്രാർത്ഥന കാര്യം നടക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാനാ. അപ്പൊ ആരാ വരുന്നറിയോ? കാര്യം നടക്കണം എന്നുള്ളവർ വരുന്നത്. അല്ലാതെ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്ന ശിഷ്യന്മാരെ കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞു വിടുകയില്ല. ഇപ്പൊ നമ്മളൊരു കൊച്ചിനെ സ്കൂളിൽ വിടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ആലോചിക്കുന്നത്? ആ സ്കൂളില് പോയ അവനെ മയക്കി കിടത്തുവോ? അതൊക്കെ വലിയ സംഭവം അല്ലേ? അവൻ നല്ല കാര്യങ്ങൾ പഠിക്കുവോ? അവൻ അടി പുറത്തു വഴി കിട്ടുവോ? ഇതെല്ലാം ആലോചിച്ച് നമ്മൾ വിടുന്നത്. അതുപോലെ ദൈവം അവൻ തിരഞ്ഞെടുത്ത ഒരാളെ വിടുമ്പോൾ ആലോചിക്കും, ചേസിന്റെ അടുത്തോട്ട് വിട്ടാൽ ലോകത്തെക്കുറിച്ച് പഠിക്കുമോ, എന്നെക്കുറിച്ച് പഠിക്കുമോ? വേണ്ട, അടുത്തത്. ഇങ്ങനൊരു കൺസേൺ ദൈവത്തിനുണ്ട്. അപ്പൊ ചർച്ച് സൗണ്ട് ഡോക്ടറിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സഭകൾ ഉണ്ടാവുന്ന പറയുന്നതാണ് മരണത്തിന് തുല്യമായ എമർജൻസി. അത് ജീവൻ മരണ എമർജൻസി എന്ന് പറയുന്നതാണ്. You look around your church and see if it is not founded on Christ's word. Let it be IPC, Church of God, Sharon, Brethren, whatever.
ഇൻഡിപെൻഡന്റ് ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ, വെരി ഓൾഡ് ജനറേഷൻ, ഒരു പങ്കുമില്ല കർത്താവിനോട്. ആ ചർച്ചിൽ മാനസാന്തരം പ്രസംഗിച്ച് അവരെ കർത്താവിലേക്ക് തിരിക്കണം, അവരുടെ ഹൃദയങ്ങളെ ദൈവത്തിലാക്കുകയും ചെയ്യണം. അതിനുള്ള പ്രീച്ചിങ്ങാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആ രീതിയിൽ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു.